സുന്ദരീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഞാൻ കുറച്ചധികം നാൾ മുമ്പേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു Q&A വീഡിയോ, ജിം റിലേറ്റഡ് ആയിട്ടുള്ള Q&A വീഡിയോ ചെയ്യാം എന്നുള്ളത്. കാരണം ഞാൻ എപ്പോഴൊക്കെ ഇൻസ്റ്റയിൽ ആസ്ക് മീ ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ട് ഞാൻ ഒരു ബോക്സ് ഇടാറുണ്ട് കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് ജസ്റ്റ് വർത്താനം പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ ഏറ്റവും അധികം ക്വസ്റ്റ്യൻസ് വരാറുള്ളത് ജിം റിലേറ്റഡ് ആയിട്ടുള്ളത് തന്നെയാണ്. ഞാൻ ഇപ്പോൾ കുറച്ചധികം കാലമായി വർക്കൗട്ട് ചെയ്യണു, എന്നിട്ടും ഇപ്പോഴും സ്ഥിരമായിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അന്ന് മുതലേ 6 വർഷം മുമ്പ് അപ്പം മുതലേ ഞാൻ ആൻസർ ചെയ്യുന്നതാണ്. എന്നാലും അത് തന്നെ റിപ്പീറ്റേറ്റീവായിട്ട് വരാറുണ്ട്, അതേ ക്വസ്റ്റ്യൻസ് തന്നെ. അത് കൂടാണ്ട് ഷോർട്സിൽ, നമ്മുടെ ഈ SV ബ്ലോഗ്സിലത്തെ ഷോർട്സിൽ നമ്മൾ മോർണിംഗ് റുട്ടീൻ അല്ലെങ്കിൽ ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ഇടുമ്പോൾ, ജിം വർക്കൗട്ട്സ് കാണുമ്പോൾ കുറേ പേര് പലതരത്തിൽ, ഒരുപാട് പേര് അപ്രിഷ്യേറ്റ് ചെയ്തും പറയാറുണ്ട്, ഒരുപാട് പേര് ഇങ്ങനെ വേറെ പണിയില്ലേ എന്നുള്ള രീതിയിൽ താത്തിക്കെട്ടിയും പറയാറുണ്ട്. അപ്പം ഞാൻ കോമൺ ആയിട്ട് അതിൽ കണ്ടിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, നെഗറ്റീവായിട്ടുള്ള എല്ലാം എടുത്തിട്ട് ഒരു Q&A വീഡിയോ ആയിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യണത്. അപ്പോൾ ഏറ്റവും അധികം പേര് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇൻസ്റ്റയിൽ, എൻ്റെ നെക്ക് പെയിൻ കംപ്ലീറ്റ്ലി ഭേദമായോ എന്നുള്ളത്. അപ്പം അതിലേക്ക് വരുന്നേക്കാട്ടിന് മുന്നേ ഒരു കഥ ചൊല്ലട്ടുമാ. ഇത് പറയേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു, കുറേ പേർക്ക് അറിയാം. എന്നാലും ഞാൻ ആ ഒരു ഫ്ലോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. എനിക്ക് ഈ കുട്ടീനെ ഡെലിവറി കഴിഞ്ഞിട്ട് ഏകദേശം ഒരു വയസ്സായപ്പോഴേക്കുമാണ് നെക്ക് പെയിൻ തുടങ്ങിച്ചാൽ നമ്മൾ അങ്ങനെ ഇഗ്നോർ ചെയ്യില്ലേ കുറേ നാൾ, പോട്ടെ അങ്ങനെ ഇഗ്നോർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിയത് ഇവയ്ക്ക് ഏകദേശം 1 വയസ്സായ സമയത്താണ്. എന്നിട്ടാണ് ഞാൻ നാട്ടിലേക്ക് വന്നിട്ട് പല ഡോക്ടേഴ്സിനെ കാണിക്കുകയും ഒരു ഭേദം ഇല്ലാണ്ടാവുകയും, പിന്നീട് അതിന് ശേഷം ഞാൻ പിന്നെ ഗോവയിലേക്ക് പോയി, പിന്നെ തിരിച്ചു വന്നു വേദന കാരണം. അപ്പോഴും ഞാൻ പല ഡോക്ടേഴ്സിനെ കണ്ടു, ഫിസിയോതെറാപ്പി ചെയ്തു ഇതിൻ്റെ ഇടയിൽ. അങ്ങനെ ഒരു 10-15 ഡോക്ടേഴ്സിനെ കാണും. വേദന എന്ന് പറഞ്ഞാൽ ചില്ലറ വേദനയല്ല കേട്ടോ അത്. ഒരുവിധ വേദനയൊക്കെ നമ്മൾ സഹിക്കുമല്ലോ. എന്നിട്ട് ഞാൻ ഇതിൻ്റെ ഇടയിൽ യൂട്യൂബ് വീഡിയോസ് ചെയ്തിരുന്നു. പിന്നെ ഇമ്മക്കുട്ടി ഭയങ്കര കുഞ്ഞാണ്, നമ്മൾ ഫീഡ് ചെയ്യണ ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ബഹളങ്ങൾ, പിന്നെ വീട്ടിൽ വേറെ ആരും ഇല്ലല്ലോ, ഹെൽപ്പിനും ആരുമില്ല. അപ്പോൾ അത് വീട്ടിലെ കാര്യങ്ങൾ, പിന്നെ എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിൽ ആ സമയത്ത് PhD ചെയ്തിരുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കുള്ള ടൈമായിരുന്നു. അപ്പോൾ ആൾക്കും ഒരു തരത്തിൽ ഒരു ഫാമിലി എന്നുള്ള രീതിയിൽ രണ്ടുപേരും ഈക്വലി അല്ലേ നമ്മൾ നോക്കുക. അപ്പം ആ സമയത്ത് അൺഫോർച്ചുനേറ്റ്ലി ആൾക്ക് അത്രയും തിരക്കായതുകൊണ്ടാണ് കേട്ടോ, അതല്ലാണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യാത്തൊരു ആൾ അങ്ങനെയല്ല. ആൾക്ക് ഇമ്മേനെ നോക്കണ കാര്യത്തിലൊന്നും അധികം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം എനിക്ക് ഓൾമോസ്റ്റ് എൻ്റെ എല്ലാ എഫേർട്ടും എനിക്ക് അതിൽ ഇടേണ്ടി വന്നിട്ടുണ്ട്. അതേപോലെ യൂട്യൂബും ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നോക്കി കൊണ്ടുവരുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ നെക്ക് പെയിൻ കൂടി കുറേയൊക്കെ നമ്മളിങ്ങനെ അവഗണിക്കുമല്ലോ, നമുക്കിങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള കാരണം അതൊക്കെ അവഗണിച്ചു വെച്ചാലും പിന്നീട് എനിക്ക് ഉറങ്ങാൻ പറ്റാതെ ആയിട്ടോ. ഈ വേദന എന്ന് പറയുന്നത് വെറുതെ ഇവിടെ ഇങ്ങനെ വേദനിക്കുക അങ്ങനെയല്ല, നമുക്കിങ്ങനെ ഈ വേദന ഇങ്ങനെ ഷോക്ക് അടിക്കണ പോലെ കയ്യിൽ ഇങ്ങനെ പടർന്ന് കയ്യിൻ്റെ തുമ്പത്ത് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഷോക്ക് അടിക്കുന്ന പോലെ ഒരു ഇറിറ്റേറ്റിംഗ് വേദനയാണത്. ഭയങ്കര ബുദ്ധിമുട്ടാണത്. ഞാൻ കേട്ടിടത്തോളം ഇങ്ങനത്തെ ഒരു ടൈപ്പ് വേദന ഒരുവിധം ഈ IT പ്രൊഫഷണൽസിനൊക്കെ ഉണ്ട്. കാരണം നമ്മളിങ്ങനെ ഇങ്ങനെ എഡിറ്റ് ചെയ്യണ ജോലിയല്ലേ ചെയ്യാറ്. ഞാൻ ആ സമയത്തൊക്കെ എൻ്റെ ശരീരം വെച്ച അബദ്ധങ്ങളാണ് കേട്ടോ ഞാൻ കാണിച്ചിട്ടില്ല. കാരണം എൻ്റെ ആകെ ഒരു ലാപ്ടോപ്പ് ഉണ്ട്, പറ്റിയൊരു ടേബിളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് അങ്ങനെ സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ താമസിച്ചൊരു ചെറിയൊരു ക്വാർട്ടേഴ്സിലായിരുന്നു. പിന്നെ ഇതൊന്നും ആരും സീരിയസ് ആയും എടുത്തിരുന്നില്ല. ഞാൻ യൂട്യൂബ് ചെയ്തിരുന്നത് ഒരു ഹോബിയാന്നായിരുന്നു. പിന്നെ വീട്ടിൽ എല്ലാവരും നമ്മൾ അങ്ങനെ വിചാരിച്ച, ഞാനും ഇതിനെ ഇങ്ങനെ ഒരു സീരിയസ് കരിയർ ആക്കും എന്ന് ഞാനും വിചാരിച്ചിട്ടില്ല. പക്ഷെ വർക്ക് ചെയ്തിരുന്നപ്പോൾ 101% കൊടുത്ത് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം ഞാൻ പലപ്പോഴും ഇമേനെ മടി കിടത്തി പാല് കൊടുക്കുമ്പോഴൊക്കെ ആവും ഇങ്ങനെ ഇരുന്ന് ജോലി ചെയ്യണം. അപ്പം ഇങ്ങനെ കുനിഞ്ഞിരുന്ന് ജോലി ചെയ്തു. പിന്നെ ഞാൻ കുറേ കാലമായിട്ട് തുന്നണതാണ്. എനിക്കൊരു 18 വയസ്സുള്ളപ്പോൾ മുതൽ ഞാൻ തുന്നണതാണ്. അപ്പോൾ എനിക്ക് ഒരു 28 വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് ഇത്രയും വേദന അത് വരുന്നത്. 18 വയസ്സിലെന്ന് പറയുമ്പോൾ ഒരു 10 വർഷത്തോളം ആ സമയം കൊണ്ട് തുന്നിയിട്ടുണ്ട് ഞാൻ. അപ്പം അങ്ങനെ അതെല്ലാം കൂടെ കൂടിയിട്ട് ആണ് ഇത് അക്യുമുലേറ്റ് ചെയ്ത് ഭയങ്കര നെക്ക് പെയിൻ ആയത്. അങ്ങനെ അവസാനമാണ് എൻ്റെ അടുത്ത് ഒരു ഡോക്ടർ പറയുന്നത്. എൻ്റെ ഇടയിൽ ഒരു 10-20 ഫിസിയോതെറാപ്പി എങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പല ടെസ്റ്റുകൾ. ഒരു ടെസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓരോ വെയിൻസിനുള്ളിൽ കൂടെ കറണ്ട് കടത്തി വിട്ടിട്ടോ. എൻ്റെ പോയി എനിക്ക് ആ ടെസ്റ്റിനെ കുറിച്ച് അറിയിക്കുമ്പോൾ അത് ഞാൻ മെട്രോയിൽ പോയിട്ടുണ്ട്, എലൈറ്റിൽ പോയിട്ടുണ്ട്, ഇവിടെ മിംസിൽ പോയിട്ടില്ല കേട്ടോ ആ സമയത്ത്, ജൂബിലിയിൽ പോയിട്ടുണ്ട്, പാലക്കാട് കുറേ ഡോക്ടേഴ്സിനെ പോയി കണ്ടിട്ടുണ്ട്. ഒരു ഡോക്ടറെ ഞാൻ പാലക്കാട് പോയപ്പോൾ കണ്ടപ്പോൾ ഞാൻ തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അന്ന് ആ സമയത്ത് നാട്ടിലേക്ക് വന്നപ്പോൾ ഏട്ടുണ്ടായിരുന്നില്ല. ഞാൻ തന്നെ ഡോക്ടറെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. ഇമ്മ ഞാൻ അവിടെ പാലക്കാട് വീട്ടിലാക്കിയിട്ട്
കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ആ ഡോക്ടറെ കണ്ടു. 2 മണിക്കൂറോളം വെയിറ്റ് ചെയ്തിട്ട് ഞാൻ കണ്ട റിപ്പോർട്ട്സ് കൊടുത്ത സമയത്ത് പുള്ളി പറഞ്ഞു, ഇതതിന് എൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് അല്ലല്ലോ, ഞാനല്ല ഇത് പറയണ്ടേ എന്ന് പറഞ്ഞു. പക്ഷേ ഈ നെക്കിൻ്റെ ഒരു കർവ് ഉണ്ട് എനിക്ക്, ഇവിടെ എല്ലില്ലേ, നമ്മുടെ നെക്കിൻ്റെ എല്ല് ഇങ്ങനെയാണെങ്കിൽ അത് നമ്മളിങ്ങനെ കുനിഞ്ഞ് ഈ ഫോൺ നോക്കണവർക്കും ഉണ്ടാവുന്ന പ്രശ്നം കേട്ടോ. ഇങ്ങനെ നിൽക്കേണ്ട എല്ല് ഇങ്ങനെയാവും, പിന്നെ ഇത് ഇങ്ങനെയാവും. അപ്പം എൻ്റെ എല്ല് എന്ന് വെച്ചാൽ കറക്റ്റ് സ്ട്രെയിറ്റ്, ഇങ്ങനെയല്ല, ശരിക്കും ഇങ്ങനെ വളഞ്ഞിരിക്കേണ്ട എല്ലാമാണ്. നമ്മൾ ഈ ഫോൺ നോക്കുകയും അതുപോലെ ഈ എഡിറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ കുനിഞ്ഞ് എപ്പോഴും ഇങ്ങനെ ആയിട്ടിരിക്കുമ്പോൾ അതാണ് കഴുത്തിന് വേദനയ്ക്ക് പ്രശ്നം വരിക. അപ്പോൾ എൻ്റെ അടുത്ത് ആ ഡോക്ടറാണ് റിപ്പോർട്ട്സ് കണ്ടിട്ട് പറഞ്ഞ്, ഒരു കാര്യം ജിമ്മിൽ ചേർന്നിട്ട് മസിൽസ് സ്ട്രോങ് ആക്കും. എൻ്റെ അടുത്ത് ഇങ്ങനെ തന്നെ പറയാം, നിനക്ക് ഇത്രയല്ലേ പ്രായമായിട്ടുള്ളൂ, കണ്ടോ ശരീരത്തിൽ മസിൽ ഇല്ലാതെ കണ്ടാൽ തന്നെ അറിയാം. പക്ഷെ പുള്ളീനെ ബോഡി ഷെയിം ചെയ്ത് പറഞ്ഞതല്ല കേട്ടോ, ആള് പറഞ്ഞത് വണ്ണം കുറവാന്നുള്ളതല്ല, പക്ഷെ എൻ്റെ മസിൽസ് ഭയങ്കര വീക്കാണ്, അതുകൊണ്ടാണ് ഇത്ര വേദന എടുക്കണത്. ജിമ്മിൽ പോയി നന്നായിട്ട് മസിൽസ് ബിൽഡ് ചെയ്യുന്ന ആ ഡോക്ടറാണ് എന്നോട് പറയുന്നത്. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് 28ാമത്തെ വയസ്സിൽ ആണ് ജിമ്മിൽ ജോയിൻ ചെയ്യണത് കേട്ടോ. അപ്പോൾ അവിടെ ട്രെയിനർ എന്ന് പറയാൻ ഇല്ല, ഒരു ലൈക്ക് പ്രോപ്പർ ട്രെയിനർ ഉണ്ട്, പക്ഷെ നമുക്കൊരു പേഴ്സണൽ ട്രെയിനിങ് എടുക്കാനുള്ളതില്ല അവിടെ. ഒരു ട്രെയിനറേ ഉള്ളൂ, പുള്ളി തന്നെ ഇങ്ങനെ പറഞ്ഞു തരും. അപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്തിരുന്നത് കേട്ടോ ഗോവയിൽ. എൻ്റെ ബോഡിയിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് ആ സമയത്തൊന്നും മാറ്റങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര പെയിൻഫുൾ ആയിരുന്നു, നല്ല ബുദ്ധിമുട്ടായിരുന്നു. വെയിറ്റ് ട്രെയിനിങ് ആണ് ചെയ്തിരുന്നത്, വെയിറ്റ് ട്രെയിനിങ് ആണല്ലോ ചെയ്യേണ്ടത്, കാർഡിയോയും വെയിറ്റ് ട്രെയിനിങ് രണ്ടും കൂടി എല്ലാ ദിവസവും ചെയ്യുമായിരുന്നു. ആ സാർ ഇങ്ങനെ പറഞ്ഞുതരും, ഇങ്ങനെ ചെയ്യും. പക്ഷെ നല്ല മനുഷ്യരായിരുന്നു കേട്ടോ. ഈവൻ ദോ ഞാൻ പേഴ്സണൽ ട്രെയിനിങ് എടുത്ത് പക്ഷെ അവിടെ അങ്ങനെ എടുക്കാൻ ഓപ്ഷനില്ല, അവിടെ ക്യാമ്പസിനകത്ത് ജിമ്മല്ലേ. അപ്പോൾ ആ ജിമ്മിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ ഒരു ജിമ്മുണ്ട്, അവിടെ ഒരു സാറ് വരും, രാവിലെയും വരും വൈകിട്ടും വരും. പിള്ളേർക്കും അതേപോലെ ഫാക്കൽറ്റീസിൻ്റെ ഫാമിലിക്കും ഒന്ന് വർക്കൗട്ട് ചെയ്യാം. അതുകൊണ്ട് പക്ഷെ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു, നല്ല അത്യാവശ്യം വലിയ ജിമ്മാണ്, അധികം ആളുകളും ഉണ്ടാവില്ല. അപ്പോൾ ആ സാറ് അത്യാവശ്യം എനിക്ക് നന്നായി പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു ഇന്നതാണ് എൻ്റെ ബുദ്ധിമുട്ട് എന്നുള്ളത്. അപ്പോൾ പുള്ളി സാധാരണ എക്സസൈസുകളെല്ലാം പറഞ്ഞുതരും, അതൊക്കെ ചെയ്യും. ആദ്യത്തെ 4-5 മാസം ഞാൻ കരയുമായിരുന്നു. ഞാൻ വിചാരിക്കും എന്തിനാണ് ഞാൻ ഇത് ചെയ്യുന്നത്, കാരണം ഓൾറെഡി ഉള്ള കഴുത്ത് വേദന, അതിൻ്റെ കൂടെ നമുക്ക് ശരീരം ഇങ്ങനെ അധ്വാനിച്ചിട്ടുള്ളത് അറിയില്ല. നമ്മളിങ്ങനെ അടുക്കളയിലത്തെ ജോലികൾ ചെയ്യുന്നു, മറ്റു ജോലികൾ നമ്മൾ പ്രോപ്പർ വർക്ക് ചെയ്യണു, അതല്ലാണ്ട് നമ്മൾ ഇങ്ങനെ ഇത്രയും വലിയ സാധനങ്ങൾ പൊക്കിയിട്ടും ഒന്നും നമുക്ക് അറിയില്ലല്ലോ. അതിൻ്റെ കൂടെ എൻ്റെ അടുത്ത് എല്ലാവരും പറയുമായിരുന്നു, വീട്ടിൽ നിന്നാണെങ്കിലും പറയും, ഇതൊക്കെ എടുത്ത് പൊക്കണോ, ഇതൊക്കെ ഭയങ്കര റിസ്ക്കുള്ള പണിയാണ്. എനിക്ക് ഭയങ്കര ടെൻഷനായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ എന്തായാലും ഞാൻ കടിച്ച് നീക്കി. അപ്പം ഞാനിങ്ങനെ പൃഥ്വിരാജിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്, 6 മാസം നമ്മളൊരു കാര്യം ചെയ്താൽ നമ്മുടെ സ്വഭാവമായി മാറും. അന്ന് എന്തോ ആള് വർക്കൗട്ടിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൊരു ഇൻ്റർവ്യൂവിൽ കണ്ടിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും 6 മാസം എങ്ങനെയെങ്കിലും പോയി നോക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പോയി. അപ്പോഴൊക്കെ എനിക്ക് വേദന ഉണ്ട് കേട്ടോ. ഒരു 6 മാസത്തിന് ശേഷം എനിക്ക് കഴുത്ത് വേദന കുറഞ്ഞു തുടങ്ങി. ആളുകൾ പറഞ്ഞ് വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ. എനിക്കൊരു 7-8 മാസത്തിനുള്ളിൽ ഞാൻ വർക്കൗട്ട് ചെയ്ത് തുടങ്ങിയിട്ട് എൻ്റെ കഴുത്ത് വേദന മുഴുവനായിട്ട് മാറി എന്നുള്ളതാണ്. പക്ഷേ ഞാൻ ചെയ്തിരുന്ന ജോലികളെല്ലാം അതേപോലെ ഞാൻ ചെയ്തിരുന്നു. ഞാൻ യൂട്യൂബ് പക്ക ചെയ്തിരുന്നു, ഞാൻ തുന്നുമായിരുന്നു, ഞാൻ എഡിറ്റ് ചെയ്യുമായിരുന്നു. എനിക്ക് അപ്പോഴും വീട്ടിൽ ഹെൽപ്പിന് ആരും ഉണ്ടായിരുന്നില്ല. അപ്പോഴും ഏട്ടനായിരുന്നെങ്കിലും നല്ല ബിസി ആയിട്ടുള്ള ഒരു ടൈമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു ഹെൽപ്പ് അങ്ങനെയൊന്നും ഇല്ലാഞ്ഞിട്ട് പോലും എനിക്ക് എൻ്റെ കഴുത്ത് വേദന മാറി എന്നുള്ളതാണ് ഒരിത്. അങ്ങനെയാണ് എനിക്ക് ജിമ്മിനോട് ഇത്രയൊരു സ്നേഹവും കടപ്പാട് വന്നത്. പക്ഷെ കഴുത്ത് വേദന മാറി എന്നുള്ളതല്ലാണ്ട് എനിക്ക് വലിയ വെയിറ്റ് ഗെയിൻ ഒന്നും ഉണ്ടായില്ല കേട്ടോ. കാരണം ഞാനത് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ അടുത്ത് അപ്പോഴും സാറ് പറയായിരുന്നു, വർക്കൗട്ട് ചെയ്തുകൊണ്ട് കാര്യമില്ല, നമ്മൾ നല്ലോണം മുട്ട കഴിക്കണം, 4-5 മുട്ട കഴിക്കണം, പിന്നെ ഈ സ്വീറ്റ് പൊട്ടേറ്റോയും നിറയെ പൾസസ് അത് ഇത്. പക്ഷെ എനിക്ക് അത്രയൊന്നും കഴിക്കാൻ മടി അങ്ങനെ പറയാമല്ലോ സത്യം പറഞ്ഞു. ഇങ്ങനെ കുത്തിയിരുന്ന് 5 നേരമൊക്കെ കഴിക്കാൻ എനിക്ക് മടിയായിരുന്നു. ഞാൻ സാധാരണ പോലെ 3 നേരം കഴിക്കും. പിന്നെ ഞാൻ കഴിക്കുന്ന ക്വാണ്ടിറ്റി കുറച്ച് കുറവാണ്, എന്ന് വെച്ചാൽ അധികം ഞാൻ കഴിക്കില്ല. പക്ഷെ പുറത്ത് പോയാൽ ഞാൻ പിന്നെയും കഴിക്കട്ടെ. എന്നാലും എത്ര ഇഷ്ടമുള്ള സാധനമാണെങ്കിലും ഞാൻ വളരെ മിനിമം ഇങ്ങനെ മിതത്വത്തിൽ ഞാൻ കഴിക്കുള്ളൂ. പിന്നെ എനിക്ക് വേറൊരു ഗുണമായിട്ടുണ്ടായിരുന്നു, ഗുണമാണോ ദോഷമാണോ എന്ന് എനിക്കറിയാം. പക്ഷെ എന്തായാലും എനിക്ക് ഒരു കാര്യം എന്തായിരുന്നു വെച്ചാൽ ഞാൻ ഷുഗർ അങ്ങനെ കഴിക്കില്ലായിരുന്നു. ഞാൻ ചായയും കാപ്പിയൊന്നും കുടിക്കില്ല അങ്ങനെ. പിന്നെ ഇങ്ങനെ ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് അങ്ങനെ കോക്ക് പെപ്സി അങ്ങനത്തെ സാധനങ്ങളൊന്നും ഞാൻ കഴിക്കില്ല. പിന്നെ ഈ വറവ് പലഹാരങ്ങൾ ഉണ്ടാവില്ലേ, ഈ എല്ലാവരും 4 മണി നേരത്തെ ചായയും ഇങ്ങനെ കറുമുറു തന്നെ, അങ്ങനത്തെ ഒരു സ്വഭാവമേ എനിക്കില്ല, ചെറുപ്പം മുതൽക്കേ ഇല്ല. അപ്പം അതൊക്കെ ഡയറ്റ് എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ഞാൻ കുറച്ചുകൂടി ക്ലീൻ ആയിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ കുറച്ചുകൂടി കഴിച്ചിരുന്നത്. എല്ലാ ദിവസവും സാലഡ് കഴിക്കുമായിരുന്നു കേട്ടോ. അന്ന് മുതൽക്കും സാലഡ് കഴിക്കും, 1-2 മുട്ട കഴിക്കും, അങ്ങനെയൊക്കെ. അങ്ങനെ ഇടയിൽ കോവിഡ് വന്നപ്പോൾ ഉണ്ടല്ലോ,
എഗെയിൻ എനിക്ക് ഒരു 5-6 മാസം, 5-6 ഏകദേശം 6-7 മാസമായപ്പോൾ തന്നെ ഈ ഇത് തിരിച്ചു വന്നു തുടങ്ങി കേട്ടോ. കഴുത്തുവേദന ഏകദേശം ഒരു 5 മാസത്തോളം വർക്കൗട്ട് ചെയ്യാണ്ട് ഇരുന്നപ്പോഴും കുഴപ്പമില്ലാണ്ട് മാനേജ് ആയി പോയായിരുന്നു. പക്ഷെ പിന്നീട് എഗെയിൻ ജിമ്മ് തുറന്ന് ഞാൻ ആദ്യം പോയി. അങ്ങനെ ഞാൻ നാട്ടിൽ വരികയാണ് കേട്ടോ ചെയ്തത്. പിന്നെ നമ്മൾ ഗോവയിൽ ഇത്രയും നാൾ നിന്നിട്ട് പിന്നെ നാട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ എഗെയിൻ ഒരു 5-6 മാസത്തെ ഗ്യാപ്പായി. അപ്പോൾ ആദ്യം എനിക്ക് കഴുത്തുവേദന വന്നു തുടങ്ങി. ഞാൻ വിചാരിച്ചു ഇനി ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടെ ചേർന്നത്. നാട്ടിൽ ചേർന്നപ്പോൾ എനിക്ക് മനസ്സിലായി ജനറൽ ട്രെയിനർ വെച്ചിട്ടൊന്നും നമ്മൾക്ക് കാര്യം നടക്കില്ല. അപ്പം എന്തായാലും ഒരു പേഴ്സണൽ ട്രെയിനർ വേണം. പേഴ്സണൽ ട്രെയിനർ എടുക്കുമ്പോൾ നമുക്ക് അറിയാലോ, അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഒരാളുണ്ട് നമ്മളെ ഗൈഡ് ചെയ്യാനായിട്ട്. പക്ഷെ നമുക്ക് പറ്റിയ ആളാവണം എന്നുള്ളതുണ്ട് കേട്ടോ. പേഴ്സണൽ ട്രെയിനർ ആകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ പ്രശ്നങ്ങൾ ആൾക്ക് മനസ്സിലാവണം, നമുക്ക് എന്താണ് നമ്മുടെ ബോഡിയിൽ നിന്ന് വേണ്ടതെന്നുള്ളത് മനസ്സിലാവണം. അതിനനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരും, നമ്മളെ കൂടുതൽ പുഷ് ചെയ്യുകയും വേണം അല്ലേ. അപ്പം ഞാൻ എന്തായാലും വിചാരിച്ചു എന്തായാലും ഞാൻ എൻ്റെ രീതിയിൽ ഏൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹെൽത്താണല്ലോ ഏറ്റവും വലുത്. ഞാൻ ജിമ്മിൽ കൊടുക്കുന്ന പൈസ എന്ന് പറയണത് അത് കൊടുത്തില്ലെങ്കിൽ ഞാനത് നാളെ കൊണ്ടുപോയിട്ട് ഒരു ഫിസിയോതെറാപ്പിക്ക് കൊടുക്കേണ്ടി വരും. അതിലും നല്ലതല്ല നമ്മൾ വർക്കൗട്ട്. ഇത്രയും കാലമായിട്ട് ഞാൻ വർക്കൗട്ടും ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഞാൻ പേഴ്സണൽ ട്രെയിനർ എടുത്ത് തുടങ്ങിയപ്പോഴാണ് ഫുഡിലും ശ്രദ്ധിക്കാൻ തുടങ്ങി. ഫുഡിൽ ശ്രദ്ധിച്ചു തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഹെൽത്ത് പ്രോപ്പർലി കാണുന്നതിൽ നിന്ന് മാറ്റം വന്നു തുടങ്ങിയത്. മുന്നേ വർക്കൗട്ട് ചെയ്തപ്പോൾ ഞാനൊരു 41-43 അയച്ചാലും പിന്നെ എഗെയിൻ ഞാനത് കുറഞ്ഞ നാട്ടിൽ വന്നിട്ട് വർക്കൗട്ട് ചെയ്യാണ്ടിരുന്നപ്പോൾ എഗെയിൻ ഞാൻ കുറഞ്ഞ് 41 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനൊരു 41 കിലോന്ന് ഇപ്പം 47 ഓക്കെ. അപ്പം ആ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. എന്നെ ഇപ്പം ഈ കാണുന്ന ഇപ്പോൾ DSLR ക്യാമറയിലാണ്. അപ്പോൾ ഈ കാണുന്നൊരു വണ്ണം ചിലപ്പോൾ നേരിട്ട് കാണുമ്പോൾ തോന്നിയെന്ന് വരില്ല. കാരണം DSLR ക്യാമറയിൽ എപ്പോഴും നമ്മൾ കുറച്ചുകൂടി വലുതായിട്ടല്ലേ കാണാം. പക്ഷെ എന്നെ വ്ളോഗ്സിലൊക്കെ കാണാറില്ല. അത് ഞാൻ ഫോണിൽ എടുക്കണത്. ആ ഒരു വലിപ്പം ഞാൻ മൊത്തത്തിൽ ചെറുതാണ്, സത്യമാണ്, ഇല്ലാതെ ഞാൻ പറയില്ല. പക്ഷെ എനിക്ക് നല്ല സ്ട്രെങ്ത് ഉണ്ട്, അതെനിക്ക് പറയാം. എനിക്ക് വളരെ അഭിമാനപൂർവ്വം പറയാണ്. എനിക്ക് നല്ല സ്ട്രെങ്ത് ഉണ്ട്. എൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റം വളരെ നല്ലതാണ്. ദൈവം ഇതൊക്കെ പറയുമ്പോൾ ടച്ച് വുഡ്. ഒബ്വിയസ്ലി വർക്കൗട്ടാണ് ഏറ്റവും അധികം എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും അധികം വന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എപ്പോഴാണ് കഴുത്തുവേദന മാറിയെന്നുള്ളത്. ഒരു 5-6 മാസത്തോളം റെഗുലർലി വർക്കൗട്ട് ചെയ്തിട്ട് തന്നെയാണ് എനിക്ക് കഴുത്തുവേദന മാറിയത്. കഴുത്തുവേദന എന്നുള്ള രീതിയിൽ മാത്രമല്ല, നമുക്ക് ഈ പല വേദനകൾ ഈ മസിൽ റിലേറ്റഡ് ആയിട്ട്, അതായത് കാലുവേദന അങ്ങനത്തെ വേദനകളില്ലേ, അതൊക്കെ നമുക്ക് മസിൽസ് വീക്ക് ആയതുകൊണ്ടാവും കേട്ടോ. നമ്മൾ സ്ത്രീകൾക്ക് 30 വയസ്സ് കഴിയുമ്പോൾ തന്നെ ഇങ്ങനെ മസിൽ ലോസ് സംഭവിക്കും, തനിയെ തന്നെ ലോസ് സംഭവിക്കും. അത് നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ട് അത് ഉണ്ടാവണം എന്നില്ല. അതിന് വർക്കൗട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രെങ്ത് ട്രെയിനിങ് ഇമ്പോർട്ടൻ്റ് ആണ്. വെറുതെ കാർഡിയോ അല്ല, സ്ട്രെങ്ത് ട്രെയിനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ എനി ടൈപ്പ് ഓഫ് എക്സസൈസസ് ആണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഒരു ബോഡി മൂവ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ ഒപ്പം നമ്മൾ നല്ല ഡയറ്റ് എടുക്കുകയും നല്ല പ്രോട്ടീൻ റിച്ച് ഫുഡ് എടുക്കുമ്പോൾ ആ മസിൽ മാസ് നമുക്ക് തിരിച്ചു വരികയാണ്. കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ ഈ ബോഡിയിൽ മസിൽ വേണമെന്ന് പറയണത്. നമ്മുടെ മൂവ്മെൻറ്റ്, നമ്മുടെ ബോഡിയിൽ ഏറ്റവും അധികം ഉള്ളൊരു സാധനമാണ് മസിൽ. അതാണ് നമ്മുടെ മൂവ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നത്. നമുക്ക് നടക്കുക, ഓടുക, ചാടുക, നമ്മൾ ഓരോ സാധനങ്ങൾ എടുക്കുക, പൊക്കുക, ഇങ്ങനത്തെ സാധനത്തിലൊക്കെ നമുക്ക് മസിൽ വേണം അല്ലേ. അപ്പം അതിന് വേണ്ടിയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ മസിൽ വേണമെന്ന് പറയണത്. ഓക്കെ. അപ്പം അതാണ് ഏറ്റവും അധികം വന്ന ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. അപ്പം അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾക്കും എല്ലാം വരാണ്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഏറ്റവും നല്ലൊരു സാധനമാണ് വർക്കൗട്ട്. അതിനൊപ്പം ഭക്ഷണം എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം വർക്കൗട്ട് എന്ന് പറയുന്നത് ഒരു 30% ഉള്ളൂ, അല്ലെങ്കിൽ 20% എന്ന് തന്നെ പറയാം. ബാക്കി 80% അല്ലെങ്കിൽ 70% ഇതാണ്, ഫുഡാണ്. നമ്മൾ എന്ത് കഴിക്കുന്നു, അതുപോലെ നമ്മുടെ ബോഡിക്ക് എത്ര റെസ്റ്റ് കൊടുക്കുന്നു എന്നതിലുള്ളതാണ്. ഇപ്പോൾ നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ട് വേണ്ടത്ര ഫുഡ് കഴിച്ചില്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ ആ മാറ്റം കാണില്ല. ഇപ്പം എൻ്റെ ഇത്രയും കാലം വർക്കൗട്ട് ചെയ്തിരുന്നല്ലേ, ഞാനിപ്പോൾ 6 വർഷമായി ടോട്ടലി വർക്കൗട്ട് ചെയ്തിട്ട്. അതിൽ 5 വർഷത്തോളം ഞാൻ ഗോവയിൽ ഉണ്ടായിരുന്നപ്പോൾ പേഴ്സണൽ ട്രെയിനർ ഇല്ലാണ്ട് സാധാരണ രീതിയിൽ വർക്കൗട്ട് ചെയ്തിരുന്നു. അപ്പം എൻ്റെ ബോഡിയിൽ കാണാൻ വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എൻ്റെ കഴുത്തുവേദനയൊക്കെ മാറിയിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോൾ എന്ന് വെച്ചാൽ കഴിഞ്ഞ 1 വർഷമായിട്ട് വർക്കൗട്ട് ചെയ്തപ്പോഴാണ് ഞാൻ ഫുഡ് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഞാനിപ്പോൾ ഒരു 5 മുട്ട കഴിക്കും. മുട്ടയുടെ വെള്ള കേട്ടോ, അതിൽ 2 മുട്ടയുടെ ഉണ്ണിയും കഴിക്കും, ബാക്കി 3 മുട്ടയുടെ വെള്ള, അല്ലെങ്കിൽ 3 മുട്ടയെങ്കിലും ഡെയിലി കഴിക്കും. പിന്നെ പ്രോട്ടീൻ കൂടുതൽ, ഇപ്പോൾ പൾസസ്, ചെറുപയർ, കടല, ഗ്രീൻ പീസ്, അങ്ങനത്തെ സാധനങ്ങളാണ് ഞാൻ രാവിലെ കഴിക്കാം, എന്നുവെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ള രീതിയിൽ. അപ്പം അതിന്ന് നമുക്ക് നല്ലതാണ്, നല്ല പ്രോട്ടീൻ റിച്ച് ആണ്. പിന്നെ സാലഡ്സ് കഴിക്കും, ചിക്കൻ
ഇതൊക്കെ എയർ ഫ്രൈ ചെയ്തിട്ടുള്ളതാണ്, കഴിവതും കഴിക്കുക, എണ്ണയൊക്കെ കുറച്ച് ഒഴിവാക്കിയിട്ട്. അങ്ങനെ ഞാൻ ഫുഡിലും ശ്രദ്ധിച്ചു തുടങ്ങിയപ്പോൾ ഈ മാറ്റാണ് കണ്ടു തുടങ്ങിയത്. ശരിക്കും നല്ലോണം കുത്തിയിരുന്ന് കഴിച്ചാൽ എനിക്കറിയാം ഞാൻ ഇനിയും വണ്ണം വെക്കും എന്നുള്ളത്. പക്ഷെ ഞാനത് ഉദ്ദേശിക്കുന്നില്ല. ഉദ്ദേശിക്കുന്നത് വെച്ചാൽ എന്നെ കൊണ്ട് ആവൂല അത്രയും കുത്തിയിരുന്ന് കഴിക്കാനായിട്ട്. ഇപ്പൊ കഴിക്കുന്നതിന് മതി, ഇത് തന്നെ ധാരാളമാണ്. പക്ഷെ നമ്മൾ വണ്ണം വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കണം, അതിലാണ് കാര്യം. ഭക്ഷണം കഴിക്കും, വർക്കൗട്ടും. വെറുതെ കണ്ണി കണ്ടത് വാരി വലിച്ച് കഴിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അൺഹെൽത്തി ആയിരിക്കും. അൺഹെൽത്തി ആയിട്ടിരിക്കുക എന്നുള്ളല്ലോ. കാണാനിപ്പോൾ വണ്ണുണ്ട് പക്ഷെ അൺഹെൽത്തി ആണെന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം? ഒരു കാര്യമില്ല. നമുക്ക് ആൾക്കാരെ കൊണ്ട് നമ്മളെ ഭംഗിയുണ്ടെന്ന് പറയിപ്പിക്കലല്ല, അതുകൊണ്ട് ഒരു കാര്യമില്ല. നമ്മൾ ഹെൽത്തി ആണോ എന്നുള്ളതാണ്. അസുഖങ്ങളൊക്കെ വരാണ്ടിരിക്കാൻ നോക്കുക. ആരെയും ആശ്രയിക്കാൻ, കഴിവതും ആരെയും ആശ്രയിക്കാണ്ട് നമ്മളെ കാര്യങ്ങൾ നമുക്ക് സ്വയം ചെയ്യാൻ പറ്റുക. നമുക്കൊരു പെട്ടിയെടുത്ത് റെയിൽവേ സ്റ്റേഷനിൽ മുമ്പ് ഒരു 10 സ്റ്റെപ്പ് കയറണോ, ആ പെട്ടിയെടുത്ത് കയറാൻ പറ്റണം. നമുക്ക് ആരുടെ ഹെൽപ്പ് ഇല്ലാണ്ട് നമുക്ക് പറ്റുമെങ്കിൽ അത് വളരെ നല്ല കാര്യം. അതിനായിട്ട് നമുക്കിപ്പോൾ വർക്കൗട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഭയങ്കര നല്ലതല്ലേ. അപ്പം അങ്ങനെയാണ് കേട്ടോ. ആ ഒരു വർക്കൗട്ട് എന്ന് പറയണത്, സ്ട്രെങ്ത് ട്രെയിനിങ് എന്ന് പറയണത് മാത്രം കൊണ്ട് കാര്യമില്ല. അതിൻ്റെ ഒപ്പം പ്രോപ്പർ ഫുഡും, അതിൻ്റെ ഒപ്പം തന്നെ പ്രോപ്പറായിട്ട് നമ്മൾ ഉറങ്ങാൻ വേണം. ഇപ്പം നമ്മൾ എന്താ വെച്ചാൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മസിൽസ് ബ്രേക്ക്, ടൈനി ടിയർ, കുട്ടി കുട്ടി ടിയറാണ്, മസിൽസ് ബ്രേക്ക് ആവുകയാണ് ചെയ്യണം. അപ്പോൾ നമ്മൾ നല്ല ഫുഡ് കഴിക്കുമ്പോൾ അതിലേക്ക് അത് ചെല്ലുകയും അതേപോലെ തന്നെ നന്നായിട്ട് ഉറങ്ങുക, റെസ്റ്റ് എടുക്കുമ്പോൾ കംപ്ലീറ്റ്ലി മസിൽസ് റിക്കവറായിട്ട് നന്നായിട്ട് മസിൽ ഉണ്ടാവുകയും ചെയ്യാന്നുള്ളതാണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. വെറുതെ വർക്കൗട്ട് ചെയ്ത് മസിൽസിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല. ഫുഡ് കഴിക്കുകയും റെസ്റ്റ് എടുക്കുകയും വേണം കേട്ടോ. അപ്പം അതാണ് എൻ്റെ ജിമ്മിലത്തെ ഒരു കഥ. ഇപ്പം തന്നെ വലിയൊരു വീഡിയോ, ഇതൊരു നീളമുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ സൗകര്യം പോലെ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ജോലി ചെയ്യണ സമയത്തോ സൈഡിൽ വെച്ചിട്ട് ഞാൻ പറയണ കേട്ടാലും മതിയേ. അപ്പോൾ അതാണ് ഞാൻ ജിം തുടങ്ങിയതിൻ്റെ കഥ. അപ്പോൾ എൻ്റെ കറണ്ട് വെയിറ്റ് എല്ലാവരും ചോദിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ എൻ്റെ വെയിറ്റ് എൻ്റെ ഹയസ്റ്റ് വെയിറ്റ് ആണ് സത്യം പറഞ്ഞാൽ. ഞാൻ പ്രഗ്നൻസി ടൈം ഒഴിച്ചാൽ, പ്രഗ്നൻസിയാണ് എൻ്റെ ഹയസ്റ്റ് വെയിറ്റ്, 60 കിലോ ആണ് കേട്ടോ. ഇപ്പം 47 കിലോ ഉണ്ട്. എൻ്റെ ഹൈറ്റ് എന്ന് പറയണത് 5'1" കഷ്ടിയാണ് കേട്ടോ. ഇപ്പം എനിക്കറിയാം എല്ലാവരും പറയണത് കണ്ട അങ്ങനെയല്ല തോന്നുക, ഞാൻ ഭയങ്കര വലുതാണെന്നാണ് തോന്നുക. എൻ്റെ അടുത്ത് ഇങ്ങനെ നേരിട്ട് കാണുന്ന കുറേ പേര് പറഞ്ഞിട്ടുണ്ട്, എന്നെ കണ്ട ഒരു 5'5" അല്ലെങ്കിൽ 5'6" പൊക്കം, 5'6" പൊക്കണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ തുള്ളിച്ചാടി നടന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം അത്രയും പൊക്കൊക്കെ. പക്ഷെ അത് ഹീൽസ് ഇടുന്നതുകൊണ്ടാണ്. ഹീൽസ് ഇട്ട് നമ്മൾ നന്നായി ഒരു കാര്യത്തിൽ ശരിയാവും, എനിക്ക് അടിപൊളിയായിട്ട് ഡ്രസ്സ് ചെയ്യാനും അത് നന്നായി അവതരിപ്പിക്കാനും അറിയാമെന്നാണ് എൻ്റെ ഒരു തോന്നുന്നത്. എൻ്റെ ബോഡിക്ക് അനുസരിച്ച് എന്തിട്ടാലാണ് എനിക്ക് ആ ഒരു പൊക്കം തോന്നിക്കുക, എങ്ങനെ പ്രസന്റ് ചെയ്താലാണ്, അങ്ങനെ അതൊക്കെ എനിക്ക് നന്നായിട്ട് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. അങ്ങനെ ഉദ്ദേശിച്ചില്ലെങ്കിലും ഞാൻ ഡ്രസ്സ് ചെയ്ത് വന്ന് ആ ഹീൽസ് ഒക്കെ ഇടുമ്പോൾ കുറച്ച് പിന്നെയും വലിപ്പം തോന്നി. പൊതുവേ ഞാൻ ഒരു പെറ്റൈറ്റ് ഫിഗർ ആണ്. അപ്പോൾ അങ്ങനെ. അപ്പോൾ കറൻ്റ്ലി എൻ്റെ വെയിറ്റ് 47. എൻ്റെ BMI ഇൻഡെക്സ് ഒക്കെ കറക്റ്റ് ആട്ടോ, എല്ലാം നോർമലാണ്. ഞാൻ എപ്പോഴും ചെക്ക് ചെയ്യണത് 2-3 മാസം കൂടുമ്പോൾ, 2-3 ഞാൻ മാസത്തിലൊരിക്കലെങ്കിലും ഇത് ചെക്ക് ചെയ്യും. പിന്നെ എൻ്റെ മസിൽ മാസ് എത്രയാണെന്ന് നോക്കും, ഫാറ്റ് എത്രയാണെന്ന് നോക്കും, എല്ലാം എൻ്റെ പക്ക നോർമൽ, ഒന്നും കൂടുതലുമില്ല കുറവുമില്ല. ഇനി കൂട്ടണം എന്നുണ്ടെങ്കിൽ തന്നെ മസിൽ മാസാണ് എനിക്ക് കൂട്ടാനുള്ളത്. ചിലപ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ച് വരുമ്പോൾ ഫാറ്റ് ആയിരിക്കും കൂടെ, അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് എങ്ങനെയാണ് നമുക്ക് കൺസിസ്റ്റൻ്റ് ആവാൻ പറ്റുന്നതെന്നുള്ളതാണ്. അതായത് നമുക്കിപ്പോൾ പോവാം ജിമ്മിൽ, അതായത് നമ്മളിപ്പോൾ ജിമ്മിൽ പോയി മെമ്പർഷിപ്പ് എടുത്തു, റെഗുലറായിട്ട് പോകണ്ടേ ജിമ്മിലേക്ക്, അതെങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, എങ്ങനെയാണ് ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോണേന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. എനിക്ക് ആക്ച്വലി ഗോവയിൽ സ്റ്റാർട്ടിങ് ജിമ്മിൽ പോയിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നുടാ. 5 മണിക്കാണ് ഞാൻ എണീറ്റിട്ട് പോയിരുന്നത്. അത് തന്നെ എനിക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. തിരിച്ച് വന്നിട്ടാണ് ഞാൻ ഇമുവിനെ, ആ സമയത്ത് ഇമു പ്ലേ സ്കൂളിൽ പോവുമായിരുന്നു. ഇല്ല, അതിന് മുന്നേ ഞാൻ പോയിട്ടുണ്ട്. ശരി, അപ്പം അങ്ങനെയാകുമ്പോൾ എന്താ വെച്ചാൽ ഞാൻ രാവിലെ 5 മണിക്ക് എണീറ്റ് ജിമ്മിൽ പോയി വന്ന് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് അപ്പോഴേക്കും ഏട്ടൻ ഓഫീസിലേക്ക് പോവും. ഇമുവിനെ ഞാനപ്പോൾ ആ സമയത്ത് പിന്നെ അത് കഴിഞ്ഞ് ഇമ്മ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഇമ്മേനെ നോക്കണം. കുഞ്ഞായിരുന്നില്ലേ ആ സമയത്ത്, അവളെ എൻ്റർടൈൻ ചെയ്യുക എന്നുള്ളതായിരുന്നു മെയിൻ ജോലി. അപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര സങ്കടമാവുമായിരുന്നു. കാരണം നമ്മളെ തന്നെ വല്ലാണ്ട് ഇങ്ങനെ ചെറിയൊരു ഉറക്കവും മര്യാദയ്ക്ക് ശരിയാവണം, അങ്ങനെയൊക്കെ പോയപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നുമായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ ഈ കഴുത്ത് വേദന മാറ്റണം, അല്ലെങ്കിൽ ഈ ജോലി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിലാണ് ഞാൻ ഇത് ചെയ്തു തുടങ്ങിയത്. അപ്പം അങ്ങനെ ഒരു ഗോള് നമ്മുടെ മുന്നിൽ വെക്കുക എന്നുള്ളതാണ്. അന്ന് എൻ്റെ കഴുത്ത് വേദന മാറ്റുക എന്നുള്ളതായിരുന്നു എൻ്റെ മോട്ടിവേഷൻ. അങ്ങനെ അത് ഒരു മോട്ടിവേഷനാക്കി വെച്ച് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ്. പക്ഷെ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെ അത് കൺസിസ്റ്റൻ്റ് ആവണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണിടാ, രാവിലെ എണീക്കാം,
ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുക. അങ്ങനെ എല്ലാ കാര്യത്തിലും പറയുന്നതാണ്. അത് നമുക്ക് നന്നായിട്ട് വർക്കാവും. അപ്പോൾ ഞാൻ ഫസ്റ്റ് എഴുതുന്നത് ഗോ ടു ജിം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു, നമ്മൾ ജിമ്മിൽ പോകണു. ആ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു ഇത് വരുമല്ലോ, ഒരു ഡിസിപ്ലിൻ ഉണ്ട് ലൈഫിന് ജിമ്മിലേക്ക് പോകുമ്പോൾ. പക്ഷേ ഞാൻ രാവിലെ എണീറ്റ് ഇമ്മുനുള്ള ടിഫിനൊക്കെ പ്രിപ്പയർ ചെയ്തൊക്കെ റെഡിയാക്കി ഇമ്മുനെ കൊണ്ടാക്കി വന്നിട്ടാണ് ഞാൻ ജിമ്മിൽ പോകുന്നത്. അപ്പം തന്നെ എനിക്ക് കുറച്ച് ആശ്വാസമുണ്ട്. സാഹചര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഇപ്പം മെച്ചപ്പെട്ടു. പിന്നെ അത് മാത്രമല്ല, ഒരു പേഴ്സണൽ ട്രെയിനർ ഉള്ളപ്പോൾ നമുക്ക് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു തരാൻ കൂടി ഒരാളുള്ള കാരണം കുറച്ചും കൂടി ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ ഒരു ഗോള് വെക്കുക എന്നുള്ളതാണ് മെയിൻ കാര്യം. ഇപ്പോൾ നിങ്ങൾക്ക് വണ്ണം കൂട്ടാനാണ് അല്ലെങ്കിൽ കുറയ്ക്കാനാണ്, എത്ര കൂട്ടണം എത്ര കുറയ്ക്കണം എന്നുള്ളതൊന്ന് എഴുതി വെക്കാം. എഴുതി വെച്ചിട്ട് അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാം. എത്ര നാൾ കൊണ്ട് കുറയ്ക്കണം. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുകയാണ് 2 കിലോ 1 മാസം കൊണ്ട് കുറയ്ക്കണം. അപ്പോൾ എന്ത് വേണം, ഡെയിലി പോയല്ലേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുക. എന്നിട്ട് നമ്മൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് നോക്കുക. അപ്പോൾ നമുക്കൊരു മില്ലിഗ്രാമെങ്കിലും ഒരു 2 ഗ്രാമെങ്കിലും കുറഞ്ഞാൽ നമുക്കതൊരു സന്തോഷം തന്നെയാണ്. എന്തെങ്കിലും ഒരു റിസൾട്ട് കാണുന്ന വരെ ഞാൻ എന്തായാലും പോവും എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ റിസൾട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്കതൊരു മോട്ടിവേഷൻ ആവുമല്ലോ. അതുകൊണ്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. റിസൾട്ട് കിട്ടിക്കഴിയുമ്പോൾ നമുക്കൊരു മോട്ടിവേഷൻ ആവും. പിന്നെ ഒരു കാര്യം നമ്മൾ എന്താ ആലോചിക്കേണ്ടതെന്ന് അറിയോ, ഈ ലോകത്ത് ആർക്കും ഒന്നും വെറുതെ കിട്ടിയിട്ടില്ല. എന്ത് വേണമെങ്കിലും നമ്മൾ പണിയെടുക്കണം. അത് എന്ത് തന്നെയാണെങ്കിലും അത് നമ്മുടെ ഹെൽത്ത് പോലും അല്ല, നമ്മുടെ റിലേഷൻഷിപ്പ് പോലും ആണെങ്കിലും നമ്മൾ എഫേർട്ട് ഇട്ട് അതിനെ പൊന്നുപോലെ കൊണ്ടുപോയാൽ മാത്രമേ അത് നന്നായി പോവുള്ളൂ. അതല്ലെങ്കിൽ ആർക്കോ വേണ്ടി പോണ പോലെ സംഗതികൾ പോകും. കല്യാണം കഴിച്ച് ഭാര്യയും ഭർത്താവാണ്, ജീവിക്കണമെങ്കിൽ അങ്ങനെ ജീവിക്കാം. പക്ഷെ അത് ബ്യൂട്ടിഫുൾ ആയിട്ട് അത് നല്ല രസമായിട്ട് പോകണമെങ്കിൽ നമ്മൾ 2 പേരും ആ റിലേഷൻഷിപ്പിൽ 2 പേരും അത്യാവശ്യം നല്ല രീതിയിൽ എഫേർട്ട് ഉണ്ട്. 2 പേരും അവർക്ക് വേണ്ടി സമയം കൊടുക്കുകയും അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യാം. അതേപോലെ തന്നെ ഹെൽത്തും ഇതും നമ്മൾ നല്ലോണം പണിയെടുക്കണം. അപ്പോഴാണ് നമുക്കിത് കിട്ടുള്ളൂ. അങ്ങനെയാകുമ്പോൾ നമുക്ക് പതിയെ റിസൾട്ടും കൂടി വരുമ്പോൾ നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകാൻ പറ്റും. അല്ലെങ്കിൽ പറ്റണം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജേർണി അങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കണം. നമുക്കൊരു ഫുൾ സ്റ്റോപ്പ് ഇല്ലാണ്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. അതിനുള്ള ഗുണം നമുക്ക് ഡെഫിനറ്റ്ലി ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുള്ളതാണ് എൻ്റെ ഡയറ്റിനെ കുറിച്ചിട്ട്. ഡയറ്റ് ഞാൻ രാവിലെ എണീറ്റ ഉടൻ തന്നെ ബ്ലാക്ക് കോഫി അല്ലെങ്കിൽ പാലിട്ടുള്ള കോഫി തന്നെ, പക്ഷെ പഞ്ചസാര ഇടാണ്ട്. അതും ഒരു ഒന്നല്ല കേട്ടോ, കുറച്ച് നട്ട്സ് ഇത് നിർബന്ധമായിട്ട് കഴിക്കും. കാഷ്യും ആൽമണ്ടും കഴിക്കും. വെള്ളത്തിലിട്ടിട്ടുള്ള തലേദിവസം സോക്ക് ചെയ്തിട്ടുള്ളത് കഴിക്കണം എന്ന് ഞാൻ വിചാരിക്കാറുണ്ട്, പക്ഷെ അത് നടക്കാത്തതുകൊണ്ട് അത് കഴിക്കും. ഉണ്ടെങ്കിൽ ഒരു നേന്ത്രപ്പഴം കഴിച്ചിട്ടാണ് ഞാൻ ജിമ്മിലേക്ക് പോണത്. എൻ്റെ അടുത്ത് ട്രെയിനർ പറഞ്ഞിട്ടുള്ളത് പ്രോപ്പറായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് വന്നാൽ മതി എന്നുള്ളതാണ്. പക്ഷെ എനിക്ക് അതിനുള്ള സമയം കിട്ടാറില്ല. പക്ഷെ ഒരു നേന്ത്രപ്പഴം കഴിച്ചാൽ തന്നെ എനിക്ക് കുഴപ്പം ഇല്ലയെന്ന് തോന്നാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ കഴിച്ചിട്ട് പോകും. അത് കഴിഞ്ഞ് വർക്കൗട്ട് ചെയ്ത് തിരിച്ചെത്തിയ ഉടൻ തന്നെ ഞാൻ ദോശയാണ് എനിക്ക് ദിവസം കഴിക്കുക. ദോശയും ഒരു 3 മുട്ടയും പിന്നെ കടലക്കറിയോ അല്ലെങ്കിൽ ഗ്രീൻ പീസ് കറിയോ അങ്ങനെ എന്തെങ്കിലും പൾസസിൻ്റെ കറികളില്ലേ അതാണ് കഴിക്കുക. പിന്നെ അതിൻ്റെ ഒപ്പം ഉണ്ടെങ്കിൽ ഒരു നേന്ത്രപ്പഴം കൂടി കഴിക്കും. ചിലപ്പോൾ 2 നേന്ത്രപ്പഴം അങ്ങനെ കഴിക്കും കേട്ടോ. അത്രയും കഴിഞ്ഞാൽ കഴിയും. ഇനിയാണ് ടാസ്ക്. ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും ലഞ്ചിൻ്റെയും ഇടയ്ക്ക് എന്തെങ്കിലും കഴിക്കാൻ പറ്റും, പക്ഷെ അതെനിക്ക് കഴിക്കാൻ പറ്റാറില്ല. ഇനി ലഞ്ചാണെങ്കിൽ ചോറ്, കൂട്ടാൻ, ഉപ്പേരി പ്ലസ് എന്തെങ്കിലും സാലഡ്, ഒരു കുക്കുംബറോ തക്കാളിയോ അല്ലെങ്കിൽ ഇത് 2-3 കൂടിയിട്ട് ക്യാരറ്റ് ഇത്രയും കൂട്ടിയിട്ട്. ഇതൊക്കെ ഞാൻ അസ്വി ബ്ലോഗ്സിൽ കാണിക്കാറുള്ളതാണ് കേട്ടോ. ഇത്രയും പ്ലസ് ചിലപ്പോൾ ഒരു മുട്ടയും കൂടെ കഴിക്കും. അതല്ലെങ്കിൽ ഒരു 3-4 പീസ് എയർ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ, അതല്ലെങ്കിൽ എയർ ഫ്രൈ ചെയ്തിട്ടുള്ള മീൻ. ഇതാകുമ്പോൾ എണ്ണയില്ലല്ലോ, ഭയങ്കരമായിട്ട്. എന്നോട് വേണമെങ്കിൽ കഴിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എണ്ണയിൽ വറുത്തതാണെങ്കിലൊന്നും എനിക്ക് പ്രശ്നമില്ല. പക്ഷെ ഞാൻ ചെറുപ്പം മുതലേ അങ്ങനെ എനിക്ക് കഴിക്കാൻ എൻ്റെ ബോഡിക്ക് കൊടുക്കുന്ന സാധനങ്ങൾ, ഞാൻ കഴിക്കുന്ന സാധനങ്ങൾ പരമാവധി ഹെൽത്തി ആവണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ എയർ ഫ്രൈ ചെയ്ത് കഴിക്കണമെന്നേ ഉള്ളൂ. പിന്നെ എയർ ഫ്രൈ ചെയ്ത് കഴിക്കുന്ന ചിക്കൻ അങ്ങനെ ഒരു ടേസ്റ്റിനൊരു ഇതൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കത് ഇഷ്ടം. ചിക്കൻ അല്ലെങ്കിൽ മീൻ എന്തായാലും ഉച്ചയ്ക്ക് കഴിക്കും കേട്ടോ. ഞാൻ എല്ലാ ദിവസവും കഴിക്കാറുണ്ട്. ചിലപ്പോൾ മീൻ കറിയിലെ മീനായിരിക്കും 2-3 പീസ് എക്സ്ട്രാ കഴിക്കും. അപ്പോൾ അവിടെ നിന്ന് തന്നെയുള്ള നമുക്ക് പ്രോട്ടീനൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഒരു 4 മണി നേരത്താണ് ടാസ്ക്. അപ്പോഴാണ് ഞാൻ എപ്പോഴും മറക്കുക എന്തെങ്കിലും കഴിക്കുക എന്നുള്ളത്. കാരണം ഞാനിങ്ങനെ മുകളിൽ വന്നിങ്ങനെ ഷൂട്ട് ചെയ്തിരിക്കണം കാരണം എനിക്ക് താഴെ പോയി കഴിക്കാനായിട്ട് മടിയാവാറുണ്ട്. അങ്ങനെ ഞാൻ ചിലപ്പോൾ വിട്ടുപോകാറുണ്ട്. പക്ഷെ എന്നാലും കഴിവിൻ്റെ പരമാവധി ചിലപ്പോൾ ഞാൻ യോഗട്ട് കഴിക്കും. യോഗട്ടിൽ അത്യാവശ്യം പ്രോട്ടീനുണ്ട്. കേടല്ല, യോഗട്ടായിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും. അത് കഴിക്കും. അല്ലെങ്കിൽ രാവിലെ കഴിച്ച പോലെ നട്ട്സ് കഴിക്കും. അത്ര തന്നെ ഉള്ളൂടാ, വേറെ ഒന്നും അങ്ങനെ കഴിക്കാറില്ല. പിന്നെ ഡിന്നർ എഗെയിൻ രാവിലത്തെ തന്നെയാണ് കഴിക്കുക. ചോറല്ല, ദോശ,
എന്താണോ രാവിലെ ഉണ്ടാക്കിയിട്ടുള്ള കടലക്കറി, ഗ്രീൻ പീസ് കറി, അങ്ങനെ എന്താണോ ഓരോ ദിവസം ഓരോ പൾസസ് വെച്ചാൽ കഴിക്കുക ഞാൻ. അത് പിന്നെ സാലഡ്, ഉച്ചയ്ക്ക് കഴിച്ച പോലെ തന്നെ സാലഡ് ഉണ്ടെങ്കിൽ സാലഡ് കഴിക്കും. അത്രയേ ഉള്ളൂ. ഇതിനകത്ത് ഇപ്പോൾ നമുക്ക് വീട്ടിൽ കിട്ടാത്തതായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടോ ഒന്നുമില്ല. ആകെ ഒരു എക്സ്ട്രാ സാധനം എനിക്ക് തോന്നുന്നു, ഞാൻ വേറെ പലരും കഴിക്കാത്തത് കഴിക്കണ്ടാവുക എയർ ഫ്രൈ ചെയ്ത ചിക്കനാണ്. അതിന് പകരം വേവിച്ച് കഴിച്ചാൽ മതി. അത് ഞാൻ കുറേയൊന്നും കഴിക്കില്ല, ഈ പറ്റുന്ന പോലെ ഉള്ളതിനെ കഴിക്കുള്ളൂ. അപ്പം ഞാനിപ്പോൾ രാവിലെ നട്ട്സ് കഴിക്കുക, അതൊരു മീലായിട്ട് വേണമെങ്കിൽ കൂട്ടാം. നേന്ത്രപ്പഴം കഴിക്കുന്നുണ്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് അത് ദോശ, അതൊരു മീലായിട്ട് കഴിക്കുന്നുണ്ട്. പിന്നെ ലഞ്ച്, പിന്നെ ഇടനേരത്തുള്ളൊരു യോഗട്ട്, പിന്നെ രാത്രിയിലത്തെ നമ്മൾ ഡിന്നറായിട്ട് കഴിക്കണം. അങ്ങനെ ഒരു 5 നേരം. പണ്ട് ഞാൻ 3 നേരം കഴിച്ചിരുന്നത് 5 നേരമായിട്ട് കഴിക്കുന്നുണ്ട്. ഇത്രയും കഴിച്ചാൽ പോരാ കേട്ടോ. വെയിറ്റ് ഗെയിൻ ആണ് ഉദ്ദേശിക്കണേന്ന് വെച്ചാൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ക്വാണ്ടിറ്റി കൂട്ടണം. പക്ഷെ ഞാൻ വെയിറ്റ് ഗെയിൻ അല്ല ഇതിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു സാധനം. ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇതാണ്, എൻ്റെ ഹെൽത്തി ആയിട്ടിരിക്കുക, എനിക്ക് കഴുത്ത് വേദന വരാണ്ടിരിക്കുക എന്നുള്ളതാണ്. പക്ഷെ എനിക്ക് എൻ്റെ ബോഡിയിൽ ഇങ്ങനെ വ്യത്യാസം കണ്ടു തുടങ്ങിയപ്പോൾ ഇത് ഇത്ര എൻ്റെ മസിലൊക്കെ ഇങ്ങനെ ഇതെനിക്ക് ഭയങ്കര സന്തോഷം തരുന്നൊരു സാധനമാണ്. അത് മാത്രമല്ല, ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രെങ്ത് ട്രെയിൻ ചെയ്യുന്ന ഒരാളാണ്. സാധാരണ എൻ്റെ വെയിറ്റിൽ എൻ്റെ പ്രായത്തിലുള്ള സാധാരണ ഇതാണ് കേട്ടോ ഞാൻ പറയുന്നത്. ബോഡി ബിൽഡേഴ്സ് അങ്ങനെയല്ല ഞാൻ പറയുന്നത്. എൻ്റെ ഒരു വെയിറ്റ് അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രായത്തിലുള്ള ഒരാൾ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുന്നതിനെക്കാട്ടും എന്ന് വെച്ചാൽ അവർ ചെയ്യുന്നതിനെക്കാട്ടും കുറച്ചുകൂടി അധികം തള്ളുന്ന പോലെ ഫീൽ ചെയ്യും. പക്ഷെ കുറച്ചുകൂടി അധികം ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഫുഡ് എന്തായാലും, പിന്നെ ട്രെയിനർ ഇങ്ങനെ പറയും ചെയ്യും കേട്ടോ, കഴിക്കണം, കഴിച്ചില്ലെങ്കിൽ വള. അപ്പം അതുകൊണ്ട് പിന്നെ ഞാൻ ഇത്രയും എന്നെ കൊണ്ട് പറ്റുള്ളൂ. ഇനി മേ ബി കുറച്ചും കൂടി കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുകയാണ്, ഇല്ല എനിക്ക് കുറച്ച് ഈ വണ്ണം വെക്കണം, എനിക്ക് കുറച്ചുകൂടി സമയം ഉണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ തന്നെ കുത്തിയിരുന്ന് ഉണ്ടാക്കി കഴിക്കണ്ട. അതാണ് വേറൊരു ബുദ്ധിമുട്ട്. അമ്മയുള്ള കാരണം എപ്പോഴും അമ്മയോടെ ഉണ്ടാവണമെന്നില്ല. പക്ഷെ ഉള്ളപ്പോൾ എനിക്ക് അമ്മയാണ് ചോറും കൂട്ടാനും മറ്റേ ഉച്ചക്കലത്തെ ചോറും കൂട്ടാനും ഉപ്പേരി വയ്ക്കും. അപ്പോഴും ഞാൻ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഞാൻ തന്നെ ഉണ്ടാക്കാനും അമ്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കണം വേറെ സിമ്പിളായിട്ട് അമ്മ ഉള്ളിച്ചമ്മതി അങ്ങനെയൊക്കെ അമ്മയ്ക്ക് വേണ്ടു. അല്ലാണ്ട് മറ്റേ പയറേറി അതൊന്നും ആവശ്യമില്ല. പിന്നെ വീട്ടിലെന്ന് വെച്ചാൽ വേറെയും കുറേ പണികളുണ്ട്. എനിക്ക് വേണ്ടി മാത്രം ഇങ്ങനെ ഫുഡ് വെച്ചിരുന്ന മാത്രം പറയും, മുറ്റടിക്കാൻ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എവിടെയാണെങ്കിലും നമുക്ക് വീട്ടിൽ സഹായത്തിനൊന്നും ആരുമില്ല, എല്ലാം നമ്മൾ തന്നെ ചെയ്യണം. വീട്ടിലെ പണിയൊക്കെ കുറേ ഇഷ്ടം പോലെ ഉണ്ട്, അതൊക്കെ അമ്മ തന്നെ ചെയ്യണം. അപ്പം അതിൻ്റെ ഒപ്പം ഞാൻ ഇനി അമ്മയുടെ അടുത്ത് അതും കൂടി ഉണ്ടാക്കി തരണം എന്ന് പറയുന്നത് അതിൽ വലിയൊരു മഹാപാപം വേറെ ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ തന്നെ കുത്തിയിരുന്നതൊക്കെ ഉണ്ടാക്കണ്ടേ. അപ്പം അതിൻ്റെ ഒരു മടിയും കൂടെ കൊണ്ടാണ് എനിക്ക് ഭക്ഷണം കഴിക്കാൻ ഇങ്ങനെ ആരെങ്കിലും നമ്മുടെ മുന്നിൽ ഇങ്ങനെ കൊണ്ടുവച്ച് തരികയാണെങ്കിൽ നല്ല സുഖമാണ് കഴിക്കാനായിട്ട്. തൽക്കാലം അതിന് നിവർത്തിയില്ലാത്തതുകൊണ്ട് എനിക്കിപ്പോൾ ഇത്രേ കഴിക്കാൻ പറ്റുന്നുള്ളൂ. നാളെ ഒരു സാഹചര്യം ഉണ്ട്, എനിക്കൊരു ഹൗസ് ഹെൽപ്പിനൊക്കെ വെച്ച് അങ്ങനെയൊക്കെ പ്രോപ്പറായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്നൊരു സാഹചര്യം വരുന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. അപ്പം അങ്ങനെയൊക്കെ പറ്റുമെങ്കിൽ ഞാൻ ചിലപ്പോൾ ഭക്ഷണം കഴിക്കണതും കുറച്ച് കൂടുതലാക്കുമായിരിക്കും. അപ്പം എന്തായാലും ഇങ്ങനെ പോട്ടെ, ഇത് ഡീസൻറ്റ് ഇനഫാണ്. ഞാൻ ഓക്കെയാണ് എൻ്റെ ബോഡിയിൽ. ഞാൻ വണ്ണം കുറഞ്ഞിരുന്നിരുന്നപ്പോഴും എനിക്ക് അങ്ങനെ കോൺഫിഡൻസിന് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, ഞാൻ ഹാപ്പി ആയിരുന്നു. ഇപ്പോൾ ഞാൻ കുറച്ച് വണ്ണൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ പേര് പറയാറുണ്ട് നല്ലതാ ഇതാ നല്ലതെന്ന് പറയാം. അപ്പോഴും ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. അതിൻ്റെ ഒപ്പം തന്നെ വെള്ളം കുടിക്കണം കേട്ടോ. ഞാൻ വെള്ളം കുടിക്കാൻ ഭയങ്കര മടിയുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക, രാവിലെ എണീറ്റോടനെ തന്നെ 2 ഗ്ലാസ് വെള്ളം കുടിക്കും. അപ്പോൾ തന്നെ കുറച്ച് ആശ്വാസം ഉണ്ടാവും. എന്ന് വെച്ചാൽ ആ വെള്ളം കുടിക്കുന്നതിന് എമൗണ്ട് നമുക്ക് കുറച്ച് കൊണ്ടുവരാമല്ലോ. പിന്നെ ഒരു ബോട്ടിൽ ഇതേപോലെ ഇങ്ങനെ വെള്ളം നിറച്ചിട്ട് അതിങ്ങനെ ടാസ്ക് ആക്കി എടുക്കും. ഇതിപ്പോൾ 2 ലിറ്റർ വെള്ളമുണ്ട്. ഇപ്പം ഞാൻ രാവിലെ നിറച്ചതാണ്. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ ഫുള്ളായി കുടിക്കുക എന്നുള്ളത്. പിന്നെ ജിമ്മിൽ പോകുമ്പോൾ ഒരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓരോ വർക്കൗട്ടിന് ശേഷം നിർബന്ധമായിട്ട് വെള്ളം കുടിക്കും. അപ്പം അത് നമുക്ക് കുറച്ച് വെള്ളം ഇൻടേക്കിന് വേണ്ടിയിട്ട് നല്ലതാണ് കേട്ടോ. ഈ ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് ഇനി വേറെ ഒന്നും പാടില്ല ഇത്രയൊക്കെ ആണ് ഞാൻ ഡെയിലി കഴിക്കുന്നത് വെച്ചാൽ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പുറത്ത് പോകുമല്ലോ, പുറത്ത് പോകുമ്പോൾ എനിക്ക് ഇഷ്ടമുള്ളത് കഴിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ചിലപ്പോൾ നല്ല പാൽക്കറി, അപ്പം, അപ്പോഴും ഞാൻ അങ്ങനത്തെ കൂടുതൽ കഴിക്കുക. അങ്ങനത്തെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. നമ്മുടെ നാടൻ ഫുഡില്ലേ, അതൊക്കെ എനിക്കിഷ്ടം. അതുപോലെ നല്ല മാങ്ങയിട്ട ചെമ്മീൻ കറി, എനിക്ക് ചെമ്മീനും മാങ്ങയും മുരിങ്ങക്കായും വെച്ചിട്ട് അമ്മ ഒരു കറി ഉണ്ടാകും. എനിക്ക് എന്തൊരു ഇഷ്ടമാണെന്നറിയോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെയൊക്കെ ആകുമ്പോഴാണ് ചോറ് കുറച്ചും കൂടി അധികം കഴിക്കുക. അതല്ല നോർമൽ സാമ്പാർ അങ്ങനെയൊക്കെ ആണെങ്കിൽ കുറച്ച് തന്നെയേ കഴിക്കുള്ളൂ ചോറ്. എനിക്കത് അത്രയാണ് ഇഷ്ടം. ചോറ് എനിക്കിങ്ങനെ കുറേ വാരി ഇങ്ങനെ കഴിക്കണമെന്ന് ഇഷ്ടമില്ല. പക്ഷെ എന്നാൽ ചോറ് വേണം താനും, ചോറിലാണ് അത് പറ്റില്ല. പുറത്ത് പോയി അങ്ങനെയൊക്കെ കഴിക്കും. അപ്പോൾ ഒരു മിതത്വമുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞില്ലേ, ഞാൻ കുറേ ഇങ്ങനെ ഈ ഷുഗർ ഐറ്റംസ് ഒന്നും അങ്ങനെ കഴിക്കാത്ത കാരണം എനിക്ക് ഡയറ്റ് വൈസ് നല്ലതാണ്, കുറച്ച് നല്ലതായിട്ട് എനിക്ക് തോന്നുന്നത്. ചെറുപ്പം മുതലേ ശീലിച്ച കാരണം അങ്ങനെ അധികം അങ്ങനെ പഞ്ചസാര ഉള്ളതൊന്നും അങ്ങനെ എനിക്ക് അത്ര താല്പര്യമില്ല.
അപ്പോൾ അതുകൊണ്ട് ഡീസെൻറ്റ് ഒരു ഡയറ്റാണ്, അങ്ങനെ ഫോളോ ചെയ്യുക. പക്ഷെ ഇടയ്ക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കണം തോന്നുകയാണെങ്കിൽ നമ്മുടെ മനസ്സിനെ ദ്രോഹിച്ചുകൊണ്ട് ഒരു ഡയറ്റും ഫോളോ ചെയ്യരുതെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോൾ നമുക്കൊരു മിഠായി കഴിക്കാൻ ആഗ്രഹം തോന്നുകയാണ്, നമ്മൾ അയ്യോ ഇല്ല ഞാനിങ്ങനെ വണ്ണം വയ്ക്കോ അങ്ങനെ പ്രശ്നം അതൊക്കെ ആലോചിച്ച് നമ്മുടെ മനസ്സിനെ നമ്മളിങ്ങനെ പീഡിപ്പിക്കുകയാണ് വിചാരിക്കും. നമ്മുടെ മനസ്സിങ്ങനെ ഭയങ്കര തുടിക്കുകയാണ്. ഓരോ കഷ്ണം മിഠായി കഴിച്ചുകൊണ്ട് അത് തെറ്റില്ലടാ, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷെ ഒരു വലിയ ഡയറി മിൽക്ക്, ഒരു ടബ് ഐസ്ക്രീം എടുത്തിട്ട് ഇങ്ങനെ കഴിക്കുമ്പോഴാണ് നമുക്കത് ബുദ്ധിമുട്ട് വരുന്നത്. എപ്പോഴും മമ്മൂട്ടി പറഞ്ഞത് ആലോചിക്കാം. എന്താ പറഞ്ഞിട്ടുള്ളത്? ഇഷ്ടമുള്ളതെല്ലാം കഴിക്കാം, ഇഷ്ടമുള്ള അത്ര കഴിക്കാണ്ടിരുന്നാൽ മതി. നമുക്കിങ്ങനെ ഇഷ്ടം കാരണം ഒരു ടബ് ഐസ്ക്രീം കഴിക്കണം എന്നൊക്കെ തോന്നുമായിരിക്കും, ഇത്ര വലിയ ഫാമിലി പാക്ക് തോന്നണവരുണ്ടാവും. പക്ഷെ ഒരു സ്കൂപ്പ് ഐസ്ക്രീമിൽ നിർത്തുക എന്നുള്ളതിലാണ് കാര്യമുള്ളത് കേട്ടോ. അപ്പോൾ സിമ്പിൾ ഡയറ്റ് ആണ്, ആർക്ക് വേണമെങ്കിലും ഫോളോ ചെയ്യുന്നത്. പക്ഷെ ഞാൻ വെയിറ്റ് ഗെയിൻ ആണ് എന്നുള്ളത് ആലോചിക്കണം കേട്ടോ. വെയിറ്റ് ലോസിന് ഡിഫറെൻറ്റ് ഡയറ്റ് തന്നെയാണ്, ഡയറ്റിലാണ് വ്യത്യാസം വരുന്നത്. സ്ട്രെങ്ത് ട്രെയിനിങ് ഒക്കെ എല്ലാവർക്കും സെയിം ആണ്. ഇപ്പോൾ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാൾക്കും വെയിറ്റ് ലോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാൾക്കും സെയിം സ്ട്രെങ്ത് ട്രെയിനിങ് തന്നെയാണ് ഉണ്ടാവുക. പിന്നെ എത്ര ദിവസം ഞാൻ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ കാർഡിയോ എത്ര ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഞാൻ ആഴ്ചയിൽ കഴിവതും 6 ദിവസം വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ ഒരുവിധ സമയങ്ങളിലൊന്നും നടക്കാറില്ല. മിക്കതും ഒരു 5 ദിവസം വർക്കൗട്ട് ചെയ്യും. നാട്ടിലുണ്ടെങ്കിൽ, തൃശ്ശൂർ ഉണ്ടെങ്കിൽ 5 ദിവസം വർക്കൗട്ട് ചെയ്യും. അതിനകത്ത് നോക്കുകയാണെങ്കിൽ ഒരു 40 മിനിറ്റ് സ്ട്രെങ്ത് ട്രെയിനിങ്, 40 മിനിറ്റേ ഉള്ളൂ. ബാക്കി ഒരു 10 to 15 മിനിറ്റ് ഞാൻ കാർഡിയോ ചെയ്യും, അത്രേ ഉള്ളൂ കേട്ടോ. എനിക്ക് കാർഡിയോ ചെയ്യാൻ ഇഷ്ടമല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ നമ്മുടെ എൻഡ്യൂറൻസ് കൂട്ടാനും നമ്മുടെ ആ ഒരു ഇതില്ലേടാ, എന്തായാലും പറയാം, സ്റ്റാമിന കൂട്ടാനൊക്കെ കാർഡിയോ ഒന്നല്ല അല്ലേ. വെയിറ്റ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ടല്ല. അപ്പം രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യുന്നത് നല്ലത്. എനിക്ക് തോന്നിയിട്ടുള്ള എന്താ വെച്ചാൽ യോഗയും അതേപോലെ സ്ട്രെങ്ത് ട്രെയിനിങ്ങും കൂടി ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര നല്ലതായിരിക്കും. യോഗ ഇങ്ങനെ ഭയങ്കര ഫ്ലെക്സിബിലിറ്റി ഉണ്ടല്ലോ, ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞൊടിഞ്ഞ്. എൻ്റെ അമ്മയൊക്കെ അടിപൊളിയായിട്ട് യോഗ ചെയ്യും കേട്ടോ, നല്ല ഫ്ലെക്സിബിലിറ്റി അമ്മയ്ക്ക്. പക്ഷെ എനിക്ക് എൻ്റെ ബോഡി ഇങ്ങനെ ഫ്ലോയി അല്ല. അങ്ങനെയും കൂടെ പഠിക്കുകയാണെങ്കിൽ നല്ലത്. എനിക്ക് ശരിക്കും നല്ല ആഗ്രഹമുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം ഞാൻ ഈ എല്ലാ ദിവസവും സ്ട്രെങ്ത് ട്രെയിനിങ് പോണതിന് പകരം ആഴ്ചയിൽ 3 ദിവസം സ്ട്രെങ്ത് ട്രെയിനിങ്, 3 ദിവസം യോഗ പഠിക്കും. പക്ഷെ എനിക്ക് പോകാൻ പറ്റിയൊരു സ്ഥലം ഇവിടെ കിട്ടിയിട്ടില്ല. അപ്പം എനിക്ക് അങ്ങനെ കിട്ടുകയാണെങ്കിൽ അങ്ങനെ എനിക്ക് മാറ്റിയാൽ കൊള്ളാമെന്നുണ്ട്. അല്ലെങ്കിൽ ഈ അനിമൽ ഫ്ലോ അങ്ങനെയൊക്കെ പഠിപ്പിക്കില്ലേ, പിലാറ്റേസ്, അതൊന്നും പക്ഷെ ഇവിടെ ഇല്ലല്ലോ. അങ്ങനെയൊക്കെ പഠിപ്പിക്കണതൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി നമുക്ക് ട്രൈ ചെയ്യായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറേ പേര് എങ്ങനെയാണ് വെയിറ്റ് ലോസ് ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് പറയാൻ ആളല്ല. എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഞാൻ ഒരു വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞൊരു സാധനമേ ആലോചിച്ചിട്ട് പോലുമില്ല. പക്ഷെ എൻ്റെ അനിയൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരും. അപ്പോൾ അവൻ എൻ്റെ ജിമ്മിൽ തന്നെ വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ അവൻ വെയിറ്റ് ലോസ് ആയിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. അവനൊരു 4 മാസത്തിൽ 7-8 കിലോ കുറച്ചതാണ്. പക്ഷെ അവൻ നല്ല മോട്ടിവേറ്റഡ് ആട്ടോ. അവൻ രാവിലെയും രാത്രിയും ജിമ്മിൽ വർക്കൗട്ട് ചെയ്യും. അവൻ ഓവർ ട്രെയിനിങ് ആണോ എന്ന് എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട്. പിന്നെ അവൻ കറക്റ്റ് അടിപൊളിയായിട്ട് ഡയറ്റ് ഫോളോ ചെയ്യും. കാർബ്സൊക്കെ നന്നായിട്ട് കുറച്ചായിരുന്നു അവൻ. എനിക്ക് കാർബ് നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ളതാണ്. ഡയറ്റിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ്ലി കാർബ്സും ഫാറ്റും അങ്ങനെയല്ലല്ലോ. നമുക്കൊരു ബാലൻസ്ഡ് ഡയറ്റിലാണ് വേണ്ടത്. പക്ഷെ അവന് വർക്കൗട്ട് ചെയ്യും, അത് ഭയങ്കര ഒരു ഒബ്സഷനായിരുന്നു അവന്. അപ്പം അതുകൊണ്ട് നന്നായിട്ട് കുറയ്ക്കണം എന്നുള്ള രീതിയിൽ അവൻ കുറേ ഈ ഫാറ്റും കാർബ്സൊക്കെ കട്ട് ചെയ്ത് കൂടുതൽ പ്രോട്ടീൻ റിച്ച് ഫുഡ് മാത്രം കഴിച്ചിട്ടൊക്കെ ഡയറ്റൊക്കെ ചെയ്തിട്ടുണ്ടാവും. 2-3 ആഴ്ചയൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മയുടെ നല്ല ചീത്ത കേട്ട് അങ്ങനത്തെ പരിപാടിയൊന്നും ഇവിടെ നടക്കില്ല പറഞ്ഞു. അപ്പം അങ്ങനെ ടിപ്പിക്കൽ മലയാളി അമ്മ, അങ്ങനെയൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അമ്മ അവനോട് പറയുന്നത് നിനക്ക് അങ്ങനെ 6 പാക്കിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇങ്ങനെ കുറച്ച് വണ്ണമൊക്കെ ഉള്ളതാ ഭംഗി എന്നൊക്കെ പറയും. എന്നോട് അമ്മ പറയൂ കേട്ടോ, എന്തിനാണ് ഇങ്ങനെ ചെയ്യണേ, സൂക്ഷിക്കണം അങ്ങനെയൊക്കെ. നമുക്ക് ഈ ജിമ്മും കാര്യങ്ങളൊന്നും അത്ര കേട്ടും അതേപോലെ കണ്ടും പരിചിതമല്ലല്ലോ. അപ്പം അതുകൊണ്ട് എന്തായാലും എല്ലാവരും കാണുമ്പോൾ ഇത്രയും വെയിറ്റ് ഒക്കെ എടുത്ത് കാണുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാവും. എന്തായാലും എൻ്റെ അനിയൻ അടിപൊളിയായിട്ട് അങ്ങനെ കുറച്ചു കേട്ടോ. ഇനി അവനിപ്പോൾ മസിൽ കുറേ കൂടി ഗെയിൻ ചെയ്യാനാണ് നോക്കണത്. എന്തെങ്കിലും അവൻ വീഡിയോയിൽ വരികയാണെങ്കിൽ ഞാൻ പറയാം കേട്ടോ അവനോട് കൂടുതൽ ഇത് പറയാനായിട്ട്. വെയിറ്റ് ഗെയിനും വെയിറ്റ് ലോസും ഞാൻ പറഞ്ഞില്ലേ, രണ്ടുപേർക്കും ഒരേ വർക്കൗട്ട് തന്നെ. ഞങ്ങൾ രണ്ടുപേരും ചെയ്യുന്ന ഒരേ വർക്കൗട്ട് തന്നെയാണ്. പക്ഷെ ഡയറ്റിലാണ് വ്യത്യാസം വരുന്നത്. പിന്നെ വർക്കൗട്ട് ചെയ്തിട്ട് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഇതുവരെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് ഒന്നും തോന്നിയിട്ടില്ലടാ. എനിക്ക് ഇതുവരെ ഇഞ്ചുറീസും കാര്യങ്ങളും അങ്ങനെ ഒന്നും, ടച്ച് വുഡ് ഇതുവരെയും കാര്യങ്ങളും അങ്ങനെ ഒന്നും വന്നിട്ടില്ല. എൻ്റെ അടുത്ത് ഇങ്ങനെ കുറേ പേര് പറയാറുണ്ട്, എന്തിനാണ് ഇത്രയും വെയിറ്റ് എടുത്ത് ലിഫ്റ്റ് ചെയ്യുന്നത്,
നിങ്ങൾക്ക് ഭയങ്കര ഈഗോ ലിഫ്റ്റിംഗ് ആണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ഈഗോ ലിഫ്റ്റിംഗ് കൊണ്ടൊന്നുമല്ല, ഞാൻ വർക്കൗട്ട് ചെയ്ത് തുടങ്ങിയിട്ട് 6 വർഷമൊക്കെ ആയില്ലേ. അപ്പം അതിൻ്റെ ഒരു സ്ട്രെങ്ത് ഉണ്ടാവുമല്ലോ. അത് മാത്രമല്ല എനിക്കിഷ്ടമാണ്. പിന്നെ എനിക്ക് എൻ്റെ ട്രെയിനറിന് എനിക്ക് ആ ഒരു ട്രസ്റ്റും ഉണ്ട് എനിക്ക് ആളുടെ അടുത്ത്. അതും പറയണല്ലോ. നമുക്ക് തോന്നുന്നു ഒരു പേഴ്സണൽ ട്രെയിനർ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എത്ര വെയിറ്റ് എടുക്കില്ല. ജനറൽ ട്രെയിനർ ആണെങ്കിൽ ഞാൻ ഈ ഒരു മിതത്വത്തിൽ ഇനിയിപ്പം ഞാൻ ഹാക്ക് സ്ക്വാഡ്സ് ചെയ്യുമ്പോൾ 120 കിലോ വരെ ചെയ്തിട്ടുണ്ട്. 120 കിലോ എനിക്കപ്പോൾ അന്നെന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ 47 കിലോ അല്ല, അന്ന് ഞാനത് ചെയ്യുമ്പോൾ എനിക്ക് 45 കിലോയേ ഉള്ളൂ. അപ്പോൾ 45 കിലോ ഉള്ളപ്പോൾ ഞാൻ 120 കിലോ ഹാക്ക് സ്ക്വാട്ട് ചെയ്താൽ അത്യാവശ്യം ഭയങ്കര നല്ലതാണ്. പക്ഷെ എനിക്കത് ചെയ്യാനുള്ള സ്ട്രെങ്ത് ഉണ്ടായിരുന്നു. ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ട് എത്രയോ മാസങ്ങളായി. എനിക്ക് യാതൊരു തരത്തിലൊരു ബുദ്ധിമുട്ടോ അങ്ങനെ ഒരു ഇഞ്ചുറി അങ്ങനെ ഒന്നും ഉണ്ടായില്ല. അങ്ങനെ ഇഞ്ചുറി വരും എന്ന് തോന്നുന്ന സാധനങ്ങളൊന്നും ഞാൻ ചെയ്യാറില്ല. എൻ്റെ അടുത്ത് ചെയ്യാനായിട്ട് ട്രെയിനർ പറയൂല. പിന്നെ ട്രെയിനർ പുഷ് ചെയ്യാറുണ്ട് കേട്ടോ, ഇത് ചെയ്ത് നോക്ക്, പറ്റും ഇമ്പോസിബിൾ എന്ന് പറഞ്ഞൊരു സാധനമേ ഡിക്ഷണറിയിലില്ല എന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ പറയും, റേഷൻ കട വളർന്ന് മണ്ണെണ്ണ മേടിക്കണം എന്നുള്ള രീതിയിൽ ഞാൻ പറയാറൊക്കെ ഉണ്ട്. പക്ഷെ ആൾ എന്നെ മോട്ടിവേറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ എനിക്കൊരു സന്തോഷമുണ്ട്. സത്യം ഞാൻ പറയാം കേട്ടോ, എൻ്റെ ഒരു ഇതും കൂടിയാണ്. വെച്ചാൽ എനിക്കങ്ങനെ വെയിറ്റ് എടുക്കുമ്പോൾ ഐ ഫീൽ ഹാപ്പി. എനിക്കത് ചിലർക്ക് ഡാൻസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമില്ലേ, അതും ഇതും കമ്പയർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കുട്ടിക്കാലത്തെ ഞാൻ ഇങ്ങനെ ഒരു കോ കരിക്കുലർ ആക്ടിവിറ്റീസിലൊന്നും പങ്കെടുത്തിട്ടുള്ള ഒരാളല്ല. ഞാൻ പറഞ്ഞില്ല, എനിക്ക് സ്റ്റേജിൽ കയറി ഒരു സമ്മാനം കിട്ടിയത് പോലും എൻ്റെ ജീവിതത്തിലേ ഉണ്ടായിട്ടില്ല. ഡാൻസ് പാട്ട് അങ്ങനത്തെ ഒന്നുമില്ല. പഠിപ്പിലാണെങ്കിലും ലൈക്ക് വെരി ആവറേജ്. ഒരു സ്കൂളിൽ ഇപ്പോൾ ക്ലാസ്സിലിരിക്കുകയാണെങ്കിൽ ഒരു ടീച്ചർമാർക്കും എൻ്റെ പേര് അറിയുണ്ടാവില്ല. അങ്ങനത്തെ ഒരു കുട്ടിയായിരുന്നു ഞാൻ. ഇത് ചില സാധനങ്ങൾ ചെയ്യുമ്പോൾ ഒരു അടിപൊളി ഫീൽ, അങ്ങനത്തെ ഒരു ഹാപ്പി ഹോർമോണാന്ന് തോന്നുന്നുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത്. എൻ്റെ കുട്ടിക്കാലത്തെ ഒരു കിട്ടുന്ന ഒരു ടൈപ്പ് ഇതാണോ എന്ന് എനിക്കറിയില്ല. ചൈൽഡ്ഹുഡ് ട്രോമയൊക്കെ പറയണ പോലെ ഉണ്ടല്ലേ. അങ്ങനെ അല്ലെങ്കിലും ഐ ഫീൽ ഹാപ്പി. ഞാനതൊരു രസമായിട്ടുള്ളൊരു ഇതായിട്ട് ഇനി ഒരു എക്സ്ട്രാ ഒരു ഹോബി പോലെ അങ്ങനെയൊക്കെ എനിക്ക് സ്ട്രെങ്ത് ട്രെയിനിങ്ങിൽ അങ്ങനെ എനിക്ക് തോന്നാറുണ്ട്. എനിക്ക് മനസ്സിലാവും നിങ്ങളെല്ലാവരും പലരും പറയുന്നൊരു കൺസേൺ, അതായത് എന്തെങ്കിലും ഒരു ചെറിയ റോങ് പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ലൈഫ് ലോങ് നമുക്ക് ബുദ്ധിമുട്ടിലേക്ക് നമ്മൾ എത്തും എന്നുള്ളത് എനിക്കും അറിയാം. പക്ഷെ നമ്മൾ അതിൻ്റെ പിന്നിൽ ഇത്രയും കാലമായിട്ട് വർക്കൗട്ട് ചെയ്യാണ്, അതുപോലെ ഇത്രയും കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്കൗട്ട് ചെയ്യാണ്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ സ്ട്രെങ്ത് അറിയാമല്ലോ. പക്ഷെ എനിക്ക് സ്ട്രെങ്ത് മാത്രമേ ഉള്ളൂ കേട്ടോ. എൻ്റെ സ്റ്റാമിനയൊക്കെ വളരെ മോശമാണ്. സ്ട്രെങ്ത് വൈസ് ഞാൻ വളരെ നല്ല ഒരു പൊസിഷനിൽ എത്തി എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ, ഒരു മാസം വർക്കൗട്ട് ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ അതെല്ലാം പോവും, അത് വേറെ കാര്യം. അപ്പം അതുകൊണ്ട് എനിക്ക് സൈഡ് ഇഫക്റ്റ് ആയിട്ടൊന്നും ഇതുവരെയും ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ വേദന ഉണ്ടാവും മേലൊക്കെ, അത് സത്യം തന്നെയാണ്. പക്ഷെ ഒരു സുഖമുള്ളൊരു വേദനയായിട്ട് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ഇതാക്കാം. ഞാൻ ഈ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് തന്നെയല്ലേ അതായത് ഈ ഷൂട്ടും എഡിറ്റും ഒക്കെ ചെയ്യാറുണ്ട്. പുറത്ത് പോയിട്ടുള്ള ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പലപ്പോഴും ട്രാവൽ ചെയ്യാറുണ്ട്. അങ്ങനെ ഒന്നും എനിക്കത് ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. എനിക്കിഷ്ടമാണ് വർക്കൗട്ട്, ഞാൻ അതുകൊണ്ട് ചെയ്യുന്നതാണ്. ഇത്രയും വെയിറ്റ് എടുക്കുന്നതാണെങ്കിലും ഒക്കെ എനിക്കിഷ്ടമായിട്ട് തന്നെ ചെയ്യുന്ന, അതല്ലാണ്ട് ഞാൻ അവരെക്കാട്ടിലും കൂടുതൽ ലിഫ്റ്റ്, ഇവരെക്കാട്ടിലും കൂടുതൽ. എനിക്ക് ഒരാളോടും കോമ്പറ്റീഷൻ പോയിട്ട് വേറൊരാൾ എന്ത് ചെയ്യണമെന്നും കൂടി ഞാൻ നോക്കാത്തൊരു ആളാണ്. എനിക്ക് വേറൊരാളുടെ സാധനം എൻ്റെ ബ്രെയിനിലേക്ക് എനിക്ക് അത്രയും കൂടെ സ്പേസ് കൊടുക്കാൻ ഇഷ്ടമല്ല. ഞാൻ എന്താ തനിയെ വർക്കൗട്ട് ചെയ്യണ കാര്യം നോക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്തൊക്കെ എക്സസൈസുകൾ ചെയ്യേണ്ടതെന്ന് പോലും ഓർത്തിരിക്കാനുള്ളൊരു സ്പേസ് എനിക്ക് എൻ്റെ തലയ്ക്ക് കൊടുക്കാനില്ല. ഞാൻ അത്രയും നമ്മുടെ സമയം നമ്മുടെ വർക്കിലേക്ക് കൊടുക്കാമല്ലോ എന്ന് ഞാൻ വിചാരിക്കണം. ഞാൻ വേറൊരാൾ എത്ര വർക്കൗട്ട് ചെയ്യണു എന്നൊക്കെ നോക്കി അതിനേക്കാളും കൂടുതൽ വർക്കൗട്ട് ചെയ്യാന്നുള്ളൊരു ഉദ്ദേശത്തിലേ അല്ല കേട്ടോ ചെയ്യണം. ഇഷ്ടം കൊണ്ട് തന്നെ ഞാൻ ചെയ്യണം. ഐ ലവ് ഇറ്റ് ആൻഡ് ഐ എം സോ പ്രൗഡ് ഓഫ് ഇറ്റ്. മെയിനായിട്ട് വേറൊരു സംഗതി, ഓക്കെ, പീരിയഡ്സിൻ്റെ ടൈമിൽ വർക്കൗട്ട് ചെയ്യാറുണ്ടോ എന്നുള്ളതാണ്. ഇതും ഞാൻ പറയുന്നത് കുറേ പേർക്ക് ഇഷ്ടമാണെന്നില്ല, പക്ഷെ ഞാൻ പീരിയഡ്സ് ടൈമിൽ വർക്കൗട്ട് ചെയ്യാറുണ്ട്. അതിനൊരു കാര്യം ഉണ്ടടാ, ഓരോരുത്തരുടെയും ബോഡി ഡിഫറെൻ്റ് ആണ്. അപ്പം നമുക്കെപ്പോഴും സ്ത്രീകളുടെ ഒരു വലിയൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമുക്ക് മസിൽ ഗെയിൻ ചെയ്യാൻ ഭയങ്കര പാടാണ്. മസിൽ വെച്ച് നമ്മൾ ആണുങ്ങളെ പോലെ ആവുമോ എന്നൊക്കെ ഉള്ളൊരു സംശയം ഇപ്പോൾ കുറേ പേർക്ക് ഉണ്ടാവില്ല. പണ്ട് മുതലേ ഉണ്ടായിരുന്നതാണ്. ജിമ്മിൽ പോകണമെന്നുണ്ട്, പക്ഷെ ആണുങ്ങളുടെ പോലെ ബൾക്കി ആയാലോ എന്നുള്ള സംശയം. ഒന്നാമത് അത് നടക്കുന്ന കാര്യമല്ല. ആണുങ്ങളുടെ ഹോർമോൺസ് ആണ് ടെസ്റ്റോസ്റ്ററോൺ ഉള്ളതിന് അവർക്ക് പറഞ്ഞ പോലെ പെട്ടെന്ന് മസിൽസ് വരും. നമുക്ക് അങ്ങനെയല്ല, അത് പേടിക്കണ്ട, ചെറിയ മസിലൊക്കെ വരും. അത് ഞാൻ എത്ര വർഷം 6 വർഷമൊക്കെ വർക്കൗട്ട് ചെയ്തിട്ടാണ് ഇത്ര. പിന്നെ ഞാൻ പ്രോട്ടീൻ റിച്ച് ഫുഡ് എടുക്കുകയും ഞാൻ ഹെവി ട്രെയിനിങ് ചെയ്തിട്ടാണ് എനിക്കിപ്പോൾ ഇത്ര മസിലുള്ളത്. എൻ്റെ ജിമ്മിൽ വരുന്ന കുട്ടികൾക്കൊന്നും സ്ത്രീകൾക്കൊന്നും ഇങ്ങനെ മസിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. കുറച്ച് പേർക്ക് ഇത്ര സീരിയസ് ആയി എടുക്കുന്നവർക്ക് കുറച്ച് പേർക്ക് മസിൽ ഉണ്ട് എന്നുള്ളതല്ലാണ്ട്. പിന്നെ
എനിക്കിഷ്ടമായതുകൊണ്ട് ഞാനത് അഡോർ ചെയ്യണു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ ഇതിന് വേണ്ടി ട്രൈ ചെയ്യണു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ആണുങ്ങളെ പോലെ മസിൽ വരില്ല കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഹോർമോൺസ് ഡിഫറെൻ്റ് ആയതുകൊണ്ട് നമ്മുടെ ഹോർമോൺസിൻ്റെ ഇത് മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അതായത് നമുക്ക് ഓവുലേഷൻ ടൈം ഉണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് പീരിയഡ്സിൻ്റെ ടൈം ഉണ്ട്, പിന്നെ പീരിയഡ്സിൻ്റെ ടൈം മുതൽ ഓവുലേഷൻ വരെ ഉള്ള ടൈം വേറെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ സമയങ്ങളിലൊക്കെ നമ്മുടെ ഹോർമോൺസ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ വർക്കൗട്ട് ചെയ്യാവുന്നതിൻ്റെ സ്ട്രെങ്ത്തും ഡിഫറെൻ്റ് ആണ്. ചിലർക്ക് പീരിയഡ്സിൻ്റെ ടൈമിൽ തീരെ സ്ട്രെങ്ത് ഉണ്ടാവില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതല്ലെങ്കിൽ അതിന് തൊട്ട് മുന്നത്തെ സമയം, പീരിയഡ്സിന് തൊട്ട് മുന്നുള്ള ഒരു 2-3 ദിവസം ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ ആ സമയത്ത് സ്കിപ്പ് ചെയ്യാമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. വർക്കൗട്ട് സ്കിപ്പ് ചെയ്തുകൊണ്ട് തെറ്റില്ല. നമുക്കത് നമ്മുടെ ബോഡിക്ക് സൂട്ട് ആവുന്നില്ല, നമുക്കത് ഭയങ്കര ടയറിങ് ആണ്, എക്സ്ട്രാ എഫേർട്ടായിട്ടാണ് തോന്നുന്നത് എന്നാണെങ്കിൽ എനിക്ക് തോന്നുന്നു അതെല്ലാം കൊണ്ടും ഒഴിവാക്കുന്നതാണ് നല്ലത്. അതെല്ലാം നമുക്ക് കുഴപ്പമില്ല, വർക്കൗട്ട് ചെയ്യണോണ്ട് ബുദ്ധിമുട്ടില്ല എന്നാണെങ്കിൽ ലൈറ്റ് ആയിട്ടുള്ള വർക്കൗട്ട്സ് ചെയ്താൽ നല്ലതായിരിക്കും. പീരിയഡ്സിന് തൊട്ട് മുമ്പും പീരിയഡ്സിൻ്റെ സമയത്തും. അങ്ങനെയാകുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പീരിയഡ്സിൻ്റെ പെയിൻ കുറയ്ക്കാനും അത് ഹെൽപ്പ് ചെയ്യുന്നതായിട്ടാണ് കുറേ പേര് പറഞ്ഞിട്ടുള്ളത്. എൻ്റെ പേഴ്സണൽ അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പീരിയഡ്സ് ടൈമിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഐ ഫീൽ ബെറ്റർ ഇൻ ദ സെൻസ് മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള എൻ്റെ ബുദ്ധിമുട്ടുകൾ കുറവാണ്. പിന്നെ ബ്ലഡ് ഫ്ലോ ഉണ്ട്, അത് പിന്നെ എനിക്ക് പണ്ട് മുതലേ ഉള്ളതാണ്. എനിക്ക് എല്ലാ 26 ഡേയ്സ് കൂടുമ്പോഴാണ് പീരിയഡ്സ് വരുന്നത്. ഇപ്പോൾ 26 ദിവസം കൂടുമ്പോൾ പീരിയഡ്സ് വരെയും, അത് 5 ദിവസം ഉണ്ടാവും. അതിൽ സെക്കൻഡ് ഡേ എനിക്ക് അത്യാവശ്യം ഹെവി ബ്ലീഡിങ് ഉണ്ടാവും. അതുമാണ് വേറൊരു കാര്യം. 26 ദിവസം കൂടുമ്പോൾ പീരീഡ്സ് വരുന്ന കാരണം കൊണ്ട് തന്നെ ആ സമയത്തൊക്കെ നമ്മൾ 4 ദിവസം വെച്ചിട്ട് അവധി എടുക്കുകയാണെങ്കിൽ പിന്നെ എപ്പോഴാണ് നമുക്ക് നേരെ ചൊവ്വേ വർക്കൗട്ട് ചെയ്യാൻ സമയം ഉണ്ടാവാം. അതും ഞാൻ ആലോചിച്ചിരുന്നു കേട്ടോ. അങ്ങനെ ആകുമ്പോൾ എനിക്ക് റെഗുലർ വർക്കൗട്ട് കിട്ടുന്നില്ലല്ലോ. പിന്നെ എനിക്ക് പീരിയഡ്സ് ടൈമിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടും ഇല്ല. അത് മാത്രമല്ല എൻ്റെ സ്ട്രെങ്ത്തിന് ഒരു കുറവ് തോന്നുന്നില്ല. എൻ്റെ സ്ട്രെങ്ത്തിന് ബുദ്ധിമുട്ട് വരുന്നത് ഓവുലേഷൻ ടൈമിലാണ്. ഞാനത് മനസ്സിലാക്കാൻ കുറച്ച് വൈകി കേട്ടോ. എനിക്ക് ആദ്യം ഞാൻ വിചാരിച്ചിരുന്ന പീരിയഡ്സ് ടൈമിൽ ഞാൻ വർക്കൗട്ട് ചെയ്യാറില്ല, ലീവ് എടുക്കലാണ്. എന്നുവെച്ചാൽ ഞാൻ പോകാറില്ല ഗോവയിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത്. അത് കഴിഞ്ഞ് വന്ന് പിന്നീട് അതായത് പീരിയഡ്സ് കഴിഞ്ഞ ഉടൻ പിന്നെ ഞാൻ വർക്കൗട്ട് ചെയ്യും. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സ്ട്രെങ്ത് കുറയണ പോലെ തോന്നും. അത് ആക്ച്വലി ഓവുലേഷൻ ടൈമിലാണ്. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് അത് മനസ്സിലാക്കിയത്. അപ്പോൾ ഓരോരുത്തരുടെ ബോഡി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, വർക്കൗട്ട് ചെയ്യുമ്പോൾ നോക്കുക, ശ്രദ്ധിക്കുക എങ്ങനെയുണ്ട്. നമുക്കറിയാമല്ലോ നമ്മുടെ ബോഡിക്ക് ക്ഷീണമാണോ എങ്ങനെയാണോ, നല്ല ലൈക്ക് സ്ട്രെങ്ത് ഉണ്ടോ എന്നുള്ളത്. എനിക്ക് പീരിയഡ്സ് ടൈമിലാണെങ്കിൽ പീരിയഡ്സ് കഴിഞ്ഞാലും നല്ല സ്ട്രെങ്ത്താണ്, പക്ഷെ ഓവുലേഷൻ ടൈമിൽ ഭയങ്കര സ്ട്രെങ്ത് കുറവാണ്. സ്ട്രെങ്ത് കുറവുള്ള സമയത്താണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ ഇപ്പോൾ ട്രെയിനർ എനിക്ക് കൂട്ടി തന്നെ ഞാൻ പറയും വേണ്ട, എനിക്ക് മുന്നത്തെ വെയിറ്റ് തന്നെ മതി, കൂട്ടണ്ട, എനിക്ക് അത്ര സ്ട്രെങ്ത് ഇല്ല എന്ന് വർക്കൗട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ തരില്ല, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് നമ്മളവരെ ചീത്ത പറഞ്ഞിട്ട് ഇല്ല എന്തായാലും പോക്കണം അങ്ങനെയൊന്നുമില്ല. അങ്ങനെ അറ്റ്ലീസ്റ്റ് എൻ്റെ ട്രെയിനർ അങ്ങനെയൊന്നും പറയാറില്ല. അത് ഓരോരുത്തരുടെ ഇതുപോലെ ഇരിക്കും. നമ്മുടെ കംഫർട്ട് നമ്മൾ നോക്കുക എന്നുള്ളതാണ്. ആക്ച്വലി ട്രെയിനേഴ്സും അത് അറിഞ്ഞിരിക്കണം. ഒരു ലേഡീനെ ട്രെയിൻ ചെയ്യുന്ന ഒരാൾക്ക് അതൊക്കെ പഠിക്കാനുണ്ടാവില്ല അവർക്ക്. ആർക്കാണെങ്കിലും അത് അറിഞ്ഞിരിക്കണം. ഞാനിങ്ങനെ പല കമൻസിലും കണ്ടിട്ടുണ്ട് കേട്ടോ, ഇങ്ങനെ സ്ത്രീകൾ വെയിറ്റ് ലിഫ്റ്റ് സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുമ്പോൾ അയ്യേ എത്ര കിലോ ആണോ എടുക്കണേ, നിങ്ങൾക്ക് സ്ട്രെങ്ത് ഇല്ല എന്നൊക്കെ പറയും. ഞാൻ അങ്ങനെ വിചാരിക്കും ഇവരെന്തെങ്കിലും അറിഞ്ഞിട്ടാണോ? ഈ ആണുങ്ങൾക്ക് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, അവർക്ക് ഈ ഹോർമോൺസിൻ്റെ കാര്യങ്ങളൊന്നും ഒന്നുമില്ല. സ്ത്രീകൾ ഇവർ എന്തൊക്കെ ചിലപ്പോൾ അവർ പീരിയഡ്സിൻ്റെ ടൈം ആയിരിക്കും, അല്ലെങ്കിൽ ഓവുലേഷൻ്റെ ടൈം ആയിരിക്കും. ഈ സമയത്തൊക്കെ ചിലർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സമയത്ത് നമ്മൾ പല സ്ത്രീകളും അവരുടെ വീട്ടിലെ പല കാര്യങ്ങളും കഴിഞ്ഞ് ഒരു സ്ട്രെസ്ഫുൾ ഡേ മുന്നോട്ടേക്ക് ഉണ്ടാവും. വർക്കിന് പോകണം, വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും, അതൊക്കെ നോക്കണം. എന്നിട്ട് ആ ഒരു ഇതിലായിരിക്കും അവർ വന്ന് ചെയ്യുന്നുണ്ടാവും. പിന്നെ അപ്രിഷ്യേറ്റ് ചെയ്തില്ലെങ്കിലും ഇങ്ങനെ കളിയാക്കാണ്ടിരുന്നൂടെ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പീരിയഡ്സ് ടൈമിൽ വർക്കൗട്ട് ചെയ്യണ്ടോ എന്നുള്ളത് അത് നമ്മുടെ ബോഡി, ലിസൺ ടു യുവർ ബോഡി. എന്താണ് നമ്മുടെ ശരീരത്തിൽ എന്താ ഉണ്ടാവണേ എന്നുള്ളൊരു ഇത് നമുക്ക് എപ്പോഴും ഉണ്ടാവണം. നമ്മുടെ ബോഡി നമ്മൾ ചെക്ക് ചെയ്യണം. അതായത് ലൈക്ക് യു ഷുഡ് ഓൾവേസ്, പലരും കണ്ടിട്ടില്ലേ അവിടെ മുഴയൊക്കെ ഉണ്ടാവും, ബ്രസ്റ്റിൻ്റെ അവിടെ എന്തെങ്കിലും മുഴയൊക്കെ ഉണ്ടാവും, കുറേ നാൾ കഴിഞ്ഞിട്ടാവും അവരത് അറിയുക. ശരീരത്തിലുള്ള മുഴ തന്നെ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെയല്ലടാ, നമ്മൾ നമ്മുടെ ബോഡി ശ്രദ്ധിക്കണം. നമുക്ക് ഇപ്പോൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഏത് തരം വർക്കൗട്ട് ചെയ്യുമ്പോഴാണ് കൂടുതൽ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ എപ്പോൾ ചെയ്യുമ്പോഴാണ് ബുദ്ധിമുട്ട്, അപ്പോൾ അതിനനുസരിച്ചിട്ടൊക്കെ നമ്മൾ ക്രമീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പീരിയഡ്സ് ടൈമിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനെ ടോൺ ഡൗൺ ചെയ്യുക, കുറയ്ക്കുക, എന്നിട്ട് നോക്കുക. അങ്ങനെ ടോൺ ഡൗൺ ചെയ്യുമ്പോൾ നമുക്ക് പീരിയഡ്സിൻ്റെ സമയത്ത് വേദന കുറയുന്നുണ്ടെങ്കിൽ ഭയങ്കര നല്ലതല്ലേ. അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അതല്ല വേദന കൂടാണ് എന്നാൽ റെസ്റ്റ് എടുക്കൂ, ചെയ്യണ്ട, അത്രയേ ഉള്ളൂ. പക്ഷെ പീരിയഡ്സ് കഴിഞ്ഞിട്ടുള്ള സമയമുണ്ടല്ലോ, അപ്പോൾ വർക്കൗട്ട് ചെയ്താൽ നല്ലതാന്ന് പറയട്ടെ. പീരിയഡ്സ് കഴിഞ്ഞ് അപ്പോൾ തന്നെയുള്ള ടൈം നമ്മൾ വർക്കൗട്ട് ചെയ്താൽ നല്ല റിസൾട്ട് കിട്ടുമെന്നാണ് പൊതുവെ സയൻറ്റിഫിക്കലി പറയുന്നത്.
ഞാൻ അത്രയൊന്നും നോക്കാറില്ല. ഞാൻ എനിക്ക് പറ്റുന്ന സമയത്തൊക്കെ വർക്കൗട്ട് ചെയ്യും. ആൻഡ് ദാറ്റ് ഗിവ്സ് മീ സോ മച്ച് ഹാപ്പിനെസ്. എനിക്ക് ഭയങ്കര ഒരു ഹാപ്പി ഹോർമോൺസാണ് എനിക്ക് ഉണ്ടാവണത് വർക്കൗട്ട് ചെയ്യണ സമയത്ത്. അതുപോലെ തന്നെ ഓരോ ടൈമിലും ഞാൻ കഴിഞ്ഞ തവണ ചെയ്തതിനെക്കാട്ടിലും ബെറ്ററായിട്ട് ചെയ്യുമ്പോൾ അതും എനിക്ക് ഒരുപാട് സന്തോഷം തരുന്ന ഒരു കാര്യമാണ് കേട്ടോ. പിന്നെ അടുത്തത് കുറേ പേര് ചോദിച്ചിട്ടുള്ള കാര്യമാണ്, പേഴ്സണൽ ട്രെയിനർ നിർബന്ധമായിട്ട് ആവശ്യമുണ്ടോ, അത് ഭയങ്കര എക്സ്പെൻസീവ് അല്ലേ? ഭയങ്കര എക്സ്പെൻസീവാ. പേഴ്സണൽ ട്രെയിനറിനെ എടുക്കാന്ന് പറഞ്ഞാൽ ചില്ലറ പൈസയൊന്നുമല്ല, നല്ല പൈസ വേണം. അതൊരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം. പക്ഷെ ജിമ്മിൽ പോയി മെമ്പർഷിപ്പ് എടുക്കാൻ വലിയ കുഴപ്പമില്ല, നമുക്ക് സെറ്റാക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ 1 ഇയർ മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 12,000 രൂപയൊക്കെ ആയിരിക്കും പല സ്ഥലത്ത്. 12,000 അല്ലെങ്കിൽ 13,000 അങ്ങനെയൊക്കെ. അങ്ങനെയാകുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് മാസം ഒരു 1,000, 1,200 രൂപ അങ്ങനെയൊക്കെയല്ലേ വരുന്നുള്ളൂ. മാസം 1,000 രൂപയൊക്കെ നമ്മൾ ഫിറ്റ്നസ്സിന് വേണ്ടി ചിലവാക്കുന്നതിൽ തെറ്റില്ലല്ലോ. നമ്മളൊരു പുറത്ത് പോയി 4 പേര് ഭക്ഷണം കഴിച്ച് വരുമ്പോൾ തന്നെ അത്ര പൈസ ആവുന്നുണ്ട്. അപ്പം അത് വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യാം. എപ്പോഴും നമുക്ക് എന്താ വെച്ചാൽ ഫിറ്റ്നസ്സിന് വേണ്ടി പൈസ ചിലവാക്കുമ്പോൾ അയ്യോ അത്ര അങ്ങനെ ഒരു തോന്നലല്ലേ. പക്ഷെ അതെന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ ഒരു 10 ഇരട്ടി പൈസ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ കറങ്ങാൻ പോകുമ്പോൾ സിനിമ കാണാൻ പോകുമ്പോൾ അങ്ങനെയൊക്കെ ചിലവാക്കുന്നുണ്ട്. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഫിറ്റ്നസ്സിന് വേണ്ടി കുറച്ച് നമ്മൾ ചിലവാക്കി തന്നെയല്ലേ മതിയാവുള്ളൂ. ഇതൊന്നും ഫ്രീ ആയിട്ട് വരുന്ന സാധനമല്ലല്ലോ. അപ്പോൾ നമുക്ക് ആദ്യം ജനറൽ ട്രെയിനിങ്ങിൽ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. എല്ലാ ജിമ്മിലും നമ്മളെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പറഞ്ഞു തരാനൊക്കെ ആളുകളുണ്ടാവും. നമുക്ക് കാർഡിയോ ചെയ്യാം, അല്ലെങ്കിൽ യൂട്യൂബിൽ നോക്കുക. ഓരോ ദിവസം ഓരോ ലൈക്ക് ബോഡി പാർട്സ് വെച്ചിട്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. ലൈക്ക് ഷോൾഡർ ഒരു ദിവസം, ലെഗ് ഒരു ദിവസം, ബൈസെപ്സ്, അങ്ങനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ചെയ്യുമല്ലോ. അല്ലെങ്കിൽ ചിലത് സ്പ്ലിറ്റ് വർക്കൗട്ടായിട്ട് ചെയ്യും, 2 ഭാഗങ്ങൾ ഒരുമിച്ച് ചെയ്യും. അപ്പോൾ അത് നമ്മൾ യൂട്യൂബിൽ നോക്കിയാൽ മതിടാ ഏതാ ചെയ്യേണ്ടത്. പക്ഷെ തനിയെ ചെയ്യുമ്പോഴൊക്കെ ഒരു ഇത് വേണം കേട്ടോ. കുഞ്ഞി വെയിറ്റ് 2 കിലോ ഉണ്ട്. ഞാൻ തനിയെ ചെയ്യുമ്പോൾ ഒക്കെ 2 കിലോ വെച്ചിട്ടാണ് ചെയ്യാറുള്ളത്. അതിനപ്പുറത്തേക്ക് ഞാനൊന്നും പോകാറില്ല. വളരെ കുഞ്ഞി പ്ലേറ്റ്, ഏറ്റവും ചെറിയ പ്ലേറ്റ് ഏതാണ് നോക്കിയിട്ട് അതെടുക്കും, ഏറ്റവും കുഞ്ഞി ഡംബിൾസ് ഏതാന്ന് നോക്കിയിട്ട് അതെടുക്കും. അങ്ങനെ എടുത്തിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ കെയർഫുൾ ആവണം തനിയെ ഇതാക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് പേഴ്സണൽ ട്രെയിനർ വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. നമ്മുടെ ഇതാണ്. പിന്നെ ആ ഒരു മോട്ടിവേഷനും നമുക്ക് ഉണ്ടാവണം. പേഴ്സണൽ ട്രെയിനർക്ക് എന്താ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് പൈസ കൊടുക്കുമ്പോൾ ഒന്നാമത് നമ്മൾ ഇത്ര പൈസ കൊടുത്തല്ലേ ദൈവമേ അതൊരു ഫീലിംഗ് ഉണ്ട്. രണ്ടാമത് അവരും നമ്മളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യും. എന്താ വരാഞ്ഞേ, നാളെ വരില്ലേ, നാളെ ഇത്ര സമയത്ത് വരുമോ എന്നുള്ളൊരു സാധനം ഉള്ള കാരണം നമ്മൾ റെഗുലർ ആയിട്ട് അങ്ങ് പോവും. അപ്പം അതാണ് വ്യത്യാസം വരുന്നത്. പക്ഷെ ആദ്യമേ തന്നെ പേഴ്സണൽ ട്രെയിനർ എടുക്കണമെന്നില്ല. ഞാനിപ്പോൾ ഇത്രയും വർഷങ്ങൾ, അതൊരു 5 വർഷത്തെ വർക്കൗട്ടിന് ശേഷമാണ് അത് വർത്ത് ആണെന്ന് എനിക്ക് മനസ്സിലായിട്ടാണ് ഞാൻ പേഴ്സണൽ ട്രെയിനർ എടുത്തത്. അതെനിക്ക് തീർച്ചയായിട്ടും എല്ലാ തരത്തിലും ഗുണം ചെയ്തിട്ടുണ്ട്, നല്ല ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ബിഗിനറൊക്കെ ആണെങ്കിൽ ഇങ്ങനെ സിമ്പിളായിട്ട് തുടങ്ങിയാലും മതി. പക്ഷെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ബോഡി മസിൽ റിലേറ്റഡ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനുവേണ്ടി നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, നമ്മൾ അതിനുവേണ്ടി ഒരുപാട് പൈസ കൊണ്ട് കളയുന്നുണ്ട് എന്നാണെങ്കിൽ ഇതുകൊണ്ട് ഭേദം വരും. ഇങ്ങനത്തെ വർക്കൗട്ട്സ് ചെയ്യാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ വുഡ് സജസ്റ്റ് അങ്ങനെയാണെങ്കിൽ ഒരു പേഴ്സണൽ ട്രെയിനർ എടുത്ത് ചെയ്തോളൂ. കാരണം അവിടെ കൊണ്ട് കളയുന്ന പൈസയല്ലേ, ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗുണമല്ലേ ഉണ്ടാവുള്ളൂ. ആ രീതിക്ക് ചിന്തിച്ചാൽ നല്ലതായിരിക്കും കേട്ടോ. പിന്നെ കുറേ പേര് ചേച്ചി ഹാപ്പി ആണോ, ചേച്ചിക്ക് ഇപ്പോൾ ചേച്ചിയുടെ ബോഡീനെ കുറിച്ച് എന്താ പറയാനുള്ളത്, ഒരുപാട് പേര് കളിയാക്കിയിട്ടുള്ളതല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ബോഡി ഷെയ്മിങ് നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. വണ്ണം ഉള്ളതാണെങ്കിലും ശരി, വണ്ണം ഇല്ലെങ്കിലും ശരി, ബോഡി ഷെയ്മിങ് എല്ലാവരും അനുഭവിച്ചിട്ടുള്ള സാധനമാണ്. പിന്നെ താരതമ്യേന എനിക്ക് തോന്നുന്നു വണ്ണം കുറവുള്ളവരെ ആയിരിക്കും കുറച്ചും കൂടി കുറവ് കളിയാക്കും, പക്ഷെ അതത്ര ചിലപ്പോൾ എഫക്റ്റ് ഇല്ലായിരിക്കും. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. വണ്ണമുള്ളവരാണ് കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. പക്ഷെ വണ്ണമില്ലാത്തവരെയും വെറുതെ വിടുമൊന്നുമില്ല. എന്നൊക്കെ ഇഷ്ടം പോലെ പറഞ്ഞിട്ടുണ്ട്. എനിക്കിപ്പോഴും ഓർമ്മയുള്ളത് ഒരിക്കൽ എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ, നിനക്ക് ബൂബ്സ് എന്തൊരു കുറവാ, ഇങ്ങനെ കല്യാണം ഒന്നും വന്നാൽ ശരിയാവൊന്നുമില്ല കേട്ടോ അശ്വതിമാർ, ഭക്ഷണം കഴിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കൂട്ടിക്കോ, ശരീരമൊന്നും ഇല്ലാത്തൊരാണുങ്ങൾക്കൊന്നും ഇഷ്ടമല്ല. ആൻഡ് ഐ യൂസ് ടു തിങ്ക് ലൈക്ക്, ഞാൻ വിചാരിച്ചിരുന്നത് പൊട്ടിയായ ഞാൻ. അപ്പം നമ്മൾ എന്താ വിചാരിക്കണ്ടേ, അങ്ങനെ വരാനുണ്ടെങ്കിൽ വരണ്ട, കല്യാണം കഴിക്കണമെങ്കിൽ അങ്ങനെ നിന്ന് പോയാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കാൻ നമുക്ക്. പക്ഷെ ഞാനപ്പോൾ വിചാരിച്ചതെന്ന് പറയും, ഷോ ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടോ, അപ്പോൾ ഇതൊക്കെ ആരുടെ കല്യാണം ശരിയാവില്ലാവോ, അങ്ങനെ വരെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ഇനി ഞാൻ കല്യാണം കഴിക്കാണ്ട് നിന്ന് പോവും, ബോബ്സ് ഇല്ലാത്ത കാരണം കല്യാണം കഴിക്കാണ്ട് നിന്ന് പോവും, അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ കളിയാക്കലുകളും കുത്തി നോവിക്കലുകളൊക്കെ എപ്പോഴും ഇപ്പം നമ്മൾ കോമൻറ്റ് സെക്ഷനിൽ തന്നെ നോക്കിയാൽ കാണില്ല. ഇപ്പം ഞാൻ വർക്കൗട്ട് ചെയ്യുന്നത് തന്നെ, ഞാനൊരു 6 വർഷം മുമ്പ് വർക്കൗട്ട് ചെയ്യുമ്പോൾ കോമൻറ്റ് സെക്ഷൻ ഒന്ന് കാണണമായിരുന്നു. അന്ന് ഒന്നാമത് ഈ വർക്കൗട്ട് വീഡിയോസ് ഇടുന്നവർ വളരെ കുറവായിരുന്നു, വളരെ പെണ്ണുങ്ങൾ ചെയ്യുന്നത് ഭയങ്കര കുറവാണ്. രണ്ടാമത് ഞാൻ വണ്ണം കുറവുള്ള ഒരാൾ. അപ്പോൾ ഈ വണ്ണം കുറവുള്ള ഒരാൾക്ക് ജിമ്മിൽ പോവാം എന്നുള്ളൊരു ഐഡിയ തന്നെ അന്നില്ല.
ഈ 6 വർഷം മുമ്പ് അറ്റ്ലീസ്റ്റ് എൻ്റെ ഓഡിയൻസിൻ്റെ ഇടയിലും അല്ലെങ്കിൽ എന്നെ കാണാൻ വന്നിരുന്ന ആളുകളുടെ ഇടയിൽ ഇല്ലായിരുന്നു എന്ന്. അതൊന്നും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റ പാട് എനിക്ക് മാത്രമേ അറിയുള്ളൂ. പക്ഷെ എന്നിട്ടും കുറേ പേരൊന്നും മനസ്സിലാക്കില്ല. ഈ കാലഘട്ടത്തിൽ ഇപ്പോഴും ജിം വർക്കൗട്ട് ചെയ്യുന്നതിൽ എന്താണ് കാര്യം എന്നുള്ള രീതിയിൽ ചോദിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോഴും എന്നെ കളിയാക്കുന്നവരുണ്ട് കേട്ടോ. ഭയങ്കര വണ്ണം കുറവാണ് അതാണെന്ന്. അതിലൊന്നും അല്ലയുടെ കാര്യം. നമ്മുടെ ബോഡിയിൽ ഹാപ്പി ആണോ എന്നുള്ളത്. ഞാൻ വളരെ ഹാപ്പിയാണ്, ഞാൻ വളരെ കണ്ടൻ്റാണ്. എനിക്ക് അങ്ങനെ ഒരിക്കലും എൻ്റെ ഇങ്ങനെ ശരീരത്തിലൊരിത് വെച്ചിട്ട് അങ്ങനെയൊന്നും ചിലപ്പോൾ ഉണ്ട്. എന്നെ ഇപ്പം കയ്യിനൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കുറേ പേര് പറയും. അത് എനിക്ക് തന്നെ ചിലപ്പോൾ ഇങ്ങനെ ഇൻസെക്യൂരിറ്റി തോന്നാറുണ്ട്. പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ആ ഒരു നിമിഷത്തിൽ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ തോന്നുന്നുള്ളതല്ലാണ്ട് അതെനിക്ക് തോന്നുന്നു ഞാൻ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആയതുകൊണ്ടായിരിക്കും അതിങ്ങനെ ഹിറ്റ് ചെയ്യുന്നത്. കാരണം എല്ലാം ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് കൂടുമ്പോൾ നമ്മളിങ്ങനെ കമൻസ് നോക്കുമ്പോൾ ഒരെണ്ണെങ്കിലും എവിടെയെങ്കിലും കാണുമല്ലോ. ഞാൻ 2000-ന് മീതെ വീഡിയോസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. യൂട്യൂബിലാണെങ്കിലും ഇപ്പം ഇൻസ്റ്റയിൽ നോക്കുകയാണെങ്കിലും 10,000-2000 കണ്ടന്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലത്തെ ഏതെങ്കിലും കമന്റ് ഒരു ബോഡി ഷേമിംഗ് ആയിട്ട് എന്തായാലും ദിവസത്തിൽ ഒരു 3-4 വെച്ച് വരും. അപ്പോൾ നമ്മളത് കാണുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ നിമിഷം ചിന്തിച്ചു പോകുന്നുള്ളത് സത്യം. പക്ഷെ ഈ പറഞ്ഞ പോലെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഐ എം ഹാപ്പി വിത്ത് മൈ ബോഡി. മേ ബി ബിക്കോസ് അത് എൻ്റെ ഹസ്ബൻഡും എൻ്റെ മോളും ഒക്കെ അങ്ങനെ എന്നെ പറയുന്നതുകൊണ്ടായിരിക്കും. എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ ഇച്ചിരി ക്രിഞ്ചായിട്ട് ഫീൽ ചെയ്യുമായിരിക്കും. പക്ഷെ ആളെന്നെ എപ്പോഴും ഇന്നേ വരെ എൻ്റെ ബോഡീനെ കുറിച്ച് ഒരു കളിയാക്കണ എന്തിലാണെങ്കിൽ പോലും മോശമായിട്ട് പറഞ്ഞിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, ഹീ അഡ്മയർസ് മീ. എപ്പോഴും എൻ്റെ നല്ലത് മാത്രമേ പറയുള്ളൂ. എങ്ങനെ ഒരുങ്ങി ഇറങ്ങിയാലും ഭയങ്കര ഭംഗിയ നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട് അങ്ങനെ പറയാറുള്ളൂ എൻ്റെ അടുത്ത്. അപ്പോൾ എൻ്റെ മോളും അതുപോലെ തന്നെയാണ്. ഞാനിപ്പോൾ ഷൂട്ടിന് ഇപ്പം എപ്പോഴും അവൾ എന്നെ ഒരുങ്ങി കാണുന്നതല്ലേ. പക്ഷെ എന്നാലും സ്കൂള് വിട്ട് ഈ മേളിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ ഒരുങ്ങി നിൽക്കുമായിരിക്കും ഷൂട്ടിന് വേണ്ടിയിട്ട്. അപ്പോൾ അപ്പം തന്നെ പറയും, ഹായ് എന്ത് രസാ അമ്മൂനെ കാണാൻ, അമ്മ യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ. മേ ബി അതുകൊണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്നുവെച്ചാൽ നമ്മളിങ്ങനെ ഒരു സെക്യൂർ സ്പേസിൽ നമ്മുടെ ഹസ്ബൻഡ്, നമ്മുടെ കുട്ടി, പക്ഷെ നമ്മുടെ ഫാമിലിയിൽ നമ്മളെ സെക്യൂർ ആക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് ഞാൻ ഭയങ്കര ലക്കിയാണ് കേട്ടോ. മേ ബി ബിക്കോസ് ഓഫ് ദാറ്റ്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ എൻ്റെ ബോഡിയിലൊരു ഇഷ്ടക്കുറവോ അങ്ങനെ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ലടാ. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ആൻഡ് അതാണ് മെയിനായിട്ട് നമുക്ക് വേണ്ടത്. ആ പോയിന്റ് നമ്മൾ മിസ്സാക്കി കേട്ടോ. അതായത് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, അതുവരെ ഓക്കെ. പക്ഷെ നമ്മൾ സ്ട്രെസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് മര്യാദയ്ക്ക് ഉറക്കം ഉണ്ടാവില്ല. പിന്നെ സ്ട്രെസ് കൂടിയാൽ നമ്മുടെ ഹോർമോൺസ് ആദ്യം ഫുൾ മെസ്ഡപ്പ് ആക്കും, ഫുൾ അലമ്പാക്കും കേട്ടോ. അപ്പം അതുകൊണ്ട് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതും കൂടിയുണ്ട്. അതാണ് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനും ഫിസിക്കൽ ഹെൽത്തിൻ്റെ മെയിൻ ഒരു സാധനം. സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റുമെന്ന് ചോദിച്ച സംശയം. നമ്മുടെ ഈ ഒരു ലോകത്ത് നമ്മുടെ ഈ വർക്കും ബാക്കി കാര്യങ്ങളൊക്കെ കൂടിയാണ് നമുക്ക് സ്ട്രെസ് ഉണ്ടാകും. പക്ഷെ നമ്മൾ അതിനെങ്ങനെ ഫിൽട്ടർ ചെയ്യുന്നു, നമ്മുടെ തലേന്ന് അതിനെങ്ങനെ നമ്മൾ തന്നെ നമ്മുടെ തോട്ട്സിനെ മാനിപ്പുലേറ്റ് ചെയ്ത് നമ്മൾ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി വേണ്ടാത്ത സാധനങ്ങളെ നമുക്ക് തലേന്ന് നമുക്ക് ഫ്ലഷ് ഔട്ട് ചെയ്ത് കളയാൻ പറ്റണം. അങ്ങനെ പറ്റി നമുക്കൊരു ഹാപ്പി സ്പേസ് നമ്മുടെ തലയ്ക്കകത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. എന്നാൽ തന്നെ ഈ കണ്ട കാര്യങ്ങൾ ചെയ്യുന്നതിൽ അർത്ഥം ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഹാപ്പി ആണോ എന്ന് ചോദിച്ചതിന് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ഞാൻ ഏറ്റവും അധികം കമൻറ്റ് കണ്ടിട്ടുള്ള ഒരു സാധനമാണ് നിങ്ങളെപ്പോലുള്ളവർക്ക് ഇതൊക്കെ ആവാം എന്നുള്ളത്. വെച്ചാൽ പൈസ ഉണ്ടല്ലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലെ കാര്യങ്ങളൊന്നും നോക്കണ്ടല്ലോ എന്നുള്ള രീതിയിൽ. എനിക്കറിയാം ഒരു മിനിറ്റിൻ്റെ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ ഒരാൾക്ക് അങ്ങനെയാവും തോന്നുന്നുണ്ടാവുക. വീട്ടിലിങ്ങനെ ഹെൽപ്പിന് ആളുകളുണ്ട്, എല്ലാം ഒരുക്കി തരാൻ ആളുകളുണ്ട്, പിന്നെ ഇങ്ങനെ ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള ഹസ്ബൻഡ്, അല്ലെങ്കിൽ ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള ഫാമിലി, നിങ്ങൾക്ക് അത് ചെയ്യാൻ സമയമുണ്ട്, നിങ്ങളുടെ ജോലി ഇങ്ങനെ ആയതുകൊണ്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് ഇഷ്ടംപോലെ പൈസ കിട്ടുന്നുണ്ട് എന്നുള്ള ഒരു ഇതിൽ നിങ്ങൾക്കാവാം. നമ്മൾ എന്ത് ചെയ്യാനാണ്, നമ്മളെ കൊണ്ട് ആവൂല, അപ്പം അങ്ങനെയാണ് എന്നുള്ള രീതിയിൽ പറയുന്നവരുണ്ട്. ഐ അഗ്രി. ഞാൻ ഒരു പരിധി വരെ സമ്മതിക്കുന്നു. ഞാനൊരു പ്രിവിലേജ്ഡ് പൊസിഷനിലുള്ള ഒരാൾ തന്നെയാണ്. സാധാരണ സ്ത്രീകളെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് കുറേയേറെ കാര്യങ്ങൾ എനിക്ക് നല്ലത് വന്ന് ചേർന്നിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ എൻ്റെ ഫാമിലിയിൽ നിന്ന് ഇപ്പോൾ ആരും പറയില്ല ജിമ്മിൽ പോകരുത്, അങ്ങനെ ഇപ്പോൾ നീ ജിമ്മിൽ പോയിട്ട് വേണ്ട എന്ന് അങ്ങനെ പറയുന്നൊരു ഫാമിലി മെമ്പർ ഇല്ല. അങ്ങനെ ആരും എന്നോട് പറയില്ല. ഇടയിൽ ക്യാമറ ഓഫായി പോയിട്ടോ, നമ്മൾ കുറേ നേരമായില്ല സംസാരിക്കുന്നു, അപ്പം എൻ്റെ ഒരു ഫ്ലോ പോയിട്ടോ. പക്ഷെ എന്നാലും ഞാൻ എന്താ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിയാണ്, ഞാൻ കുറേ കാര്യങ്ങളിൽ ഞാൻ ഭയങ്കര ലക്കിയാണ്. കുറേ വീടുകളിൽ പോകണ്ടെന്ന് പറയും, അല്ലെങ്കിൽ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ്, അല്ലെങ്കിൽ വേറൊരാൾ ഹെൽപ്പ് ചെയ്യാനുണ്ടാവില്ല. അതൊക്കെ ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ് കേട്ടോ. പക്ഷെ നമുക്ക് എന്തെങ്കിലും ഒരു കുഞ്ഞി സ്റ്റെപ്പ് എടുത്ത് നമുക്കതിനെ മറികടന്ന് വരിക എന്നുള്ളത് മാത്രമേ നിവർത്തിയുള്ളൂ. ഇപ്പോൾ എനിക്ക് ഒരു PT അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ജിമ്മിൽ പോകാനുള്ള ഒരു സമയം എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മുന്നേ ഞാൻ ജോലി ചെയ്തതിൻ്റെയും അതിനു വേണ്ടി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് വന്നതിൻ്റെ ഭാഗമായിട്ടാണ്.
പണ്ട് നോക്കുകയാണെങ്കിൽ എനിക്കും ഇതൊന്നും എഫോർഡ് ചെയ്യാൻ പറ്റുന്നൊരവസ്ഥയിലായിരുന്നില്ല. ഞാൻ ആ രീതിയിൽ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിരുന്നില്ല. എൻ്റെ ഒരു എക്കോസിസ്റ്റം, എനിക്ക് ചുറ്റിനുള്ള ഒരാളുകളാണെങ്കിലും അതിനെ സപ്പോർട്ട് ചെയ്തിരുന്ന ആളുകളും അല്ലായിരുന്നു. പതിയെ 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 നമ്മൾ ആ ലെവലിലേക്ക് കൊണ്ടുപോയി എത്തിക്കുകയാണ് ചെയ്യണത്. അപ്പം അതേപോലെ നമുക്ക് എന്താണോ പറ്റുന്നത്, ഒരു കുഞ്ഞ് സ്റ്റെപ്പ് എടുത്തു വെച്ചാൽ നമ്മളെ കൊണ്ട് ആവുന്ന പോലെ. എനിക്ക് മനസ്സിലാവും കേട്ടോ, കുറേ പേരുടെ ചുറ്റിനുള്ള ആളുകൾ വളരെ ടോക്സിക്കാണ്. നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിലും പലരും നമ്മളെ തടഞ്ഞു നിർത്തുന്നുണ്ട്. എല്ലാം ശരി തന്നെയാണ്. പക്ഷെ നമ്മൾ എന്നാൽ അങ്ങനെയല്ല എൻ്റെ സാഹചര്യം എന്ന് വിചാരിച്ച് നമ്മളിരുന്ന പിന്നെ ഒരു രക്ഷയില്ലടാ. നമ്മൾ അങ്ങനെ പടുകുഴിയിലേക്ക് വീണ് പോവുക എന്നല്ലാണ്ട് ഒന്നും നടക്കില്ല. അപ്പോൾ കഴിവതും എന്താണോ നമുക്ക് ഒരു ദിവസത്തിൽ, നമ്മളിപ്പോൾ വീട്ടിൽ തന്നെയാണ്, അപ്പോൾ നമ്മളെ ഹെൽത്ത് നോക്കാൻ നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടേതായ രീതിയിൽ ചെറിയ എക്സസൈസ് ചെയ്യുക, പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും പഠിക്കുക, അല്ലെങ്കിൽ നാളത്തേക്ക് വേണ്ടിയിട്ട് ഉള്ള ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു 10 രൂപയും 10 രൂപ അതിൽ നിന്ന് ഒരു 2 രൂപ സേവ് ചെയ്യുക. നമുക്കിപ്പോൾ കുറേ കാര്യങ്ങൾ ഈസിലി ആക്സസിബിൾ ആണ്. നമുക്ക് എങ്ങനെ സേവ് ചെയ്യാം, പൈസ സേവ് ചെയ്യാം, അതെങ്ങനെ നമുക്ക് പല സ്ഥലങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങൾ വരെ വളരെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസും കാര്യങ്ങളും ഉണ്ട്. അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് നമുക്ക് ഏതെങ്കിലും ജോലി ചെയ്യാവുന്ന തരത്തിൽ ഓൺലൈനായിട്ട് ട്യൂഷൻ എടുക്കാം, പാട്ട് പഠിപ്പിക്കാം, ഡാൻസ് പഠിപ്പിക്കാം, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ അതിനൊക്കെ നമുക്ക് സമയമെടുത്ത് കണ്ടുപിടിച്ച് ചെയ്യാന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരാളുടെ ഒരു എന്തെങ്കിലും ഒരു ക്രിയേറ്റീവായിട്ടോ അതല്ലെങ്കിൽ പല രീതിയിലുള്ള വീഡിയോസൊക്കെ കാണുമ്പോൾ, അവരുടെ സന്തോഷങ്ങൾ കാണുമ്പോൾ, അവർ അനുഭവിക്കുന്ന സുഖങ്ങൾ കാണുമ്പോൾ നമുക്കിങ്ങനെ നാച്ചുറലി നമ്മുടെ മനസ്സിൽ തോന്നും, എനിക്കിതൊന്നും ഇല്ലല്ലോ ദൈവമേ, എനിക്കിങ്ങനെ ഒരു സപ്പോർട്ടീവായിട്ടുള്ള ഫാമിലിയിൽ, എനിക്ക് ഇങ്ങനത്തെ ഒരു ഹസ്ബൻഡ് അല്ലല്ലോ ഉള്ളത്, എന്നെക്കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, അല്ലെങ്കിൽ എനിക്കിത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എൻ്റെ ചുറ്റിനുള്ളവർ അനുവദിക്കുന്നില്ലല്ലോ എന്ന് ഇതാവുമ്പോൾ നമുക്ക് നാച്ചുറലി ഫസ്റ്റ് ആ മറ്റൊരാളോട് നമുക്ക് നേരിട്ടാണെങ്കിൽ അല്ലെങ്കിലും നാച്ചുറലി പൊതുവെ എന്താ വരിക, നമുക്ക് ഒരു അസൂയ, കുശുമ്പ്, ദേഷ്യമൊക്കെ വരും. നേരിട്ട് കാണുന്ന ഒരാളുടെ അടുത്ത് നമ്മൾ ഡെഫിനറ്റ്ലി ഒന്നും പറയില്ല. പക്ഷെ സോഷ്യൽ മീഡിയയിലാകുമ്പോൾ നമ്മളത് എഴുതി ഫ്രസ്ട്രേഷൻ തീർത്തിട്ട് പലരും അങ്ങനെ ചെയ്യും. പക്ഷെ അതുകൊണ്ട് എന്താ ഉണ്ടാവുന്നത്, ഈ എഴുതുന്ന ആളുകൾ അവർ പിന്നെയും താഴ്ന്നു പോകുന്നു എന്നുള്ളതല്ലാണ്ട് മറ്റാളെ ഇത് എഫക്റ്റ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ആ ഒരു മൊമെന്റിൽ എഫക്റ്റ് ചെയ്താലും അവരതിനെ ഓവർകം ചെയ്ത് വരും. അൾട്ടിമേറ്റ്ലി ഇത് നമുക്ക് നമ്മുടെ ജോലിയാണിത്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജോലിയാണ് ഇതിൽ നിന്ന് ഇൻകം ഉണ്ടാവുക എന്നുള്ളത്, എന്നെ സ്വയം പര്യാപ്തിയാക്കുക, എൻ്റെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ആ ലക്ഷ്യം നടക്കുന്നിടത്തോളം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ സാരില്ല എന്ന് വെക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ബെറ്റർ ആക്കാവുന്നത് എന്താണെന്ന് അറിയാം. നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണുമ്പോൾ, എനിക്കാണെങ്കിലും അതെ സോഷ്യൽ മീഡിയയിലാണെങ്കിലും എനിക്കിങ്ങനെ കാണുമ്പോൾ ചിലർ നമ്മുടെ അത്രയൊന്നും ഹാർഡ് വർക്ക് ചെയ്യുന്നില്ല, നമ്മുടെ തോന്നലായിരിക്കാം ചിലപ്പോൾ അത് ഹാർഡ് വർക്ക് ചെയ്യുന്നില്ല, പിന്നെ അവർക്കെല്ലാം കിട്ടുന്നുണ്ടല്ലോ, എനിക്ക് എന്താ ഒന്നും കിട്ടാത്തതെന്ന് തോന്നുമ്പോൾ എൻ്റെ മനസ്സും ചിലപ്പോൾ അങ്ങനെ പോകും. അങ്ങനെ ആകുമ്പോൾ എന്താ, നമ്മൾ നമ്മുടെ മനസ്സിനെ കൺട്രോളിൽ കൊണ്ടുവരണം. നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കണം. അവർക്ക് പറ്റുമെങ്കിൽ എനിക്കും പറ്റും. അവർക്ക് ചിലപ്പോൾ കിട്ടുന്ന കുറച്ച് കൂടുതലായിരിക്കും, എനിക്ക് ചിലപ്പോൾ കുറച്ചും കൂടി സമയം എടുത്തിട്ടായിരിക്കും അത് റിസൾട്ട് കിട്ടുക, പക്ഷെ എനിക്കും കിട്ടും. ആ ഒരു പോസിറ്റീവ് തോട്ടിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോയേ പറ്റുള്ളൂ, അല്ലാണ്ട് നമുക്ക് വേറെ നിവർത്തിയില്ല. ലൈക്ക് ദാറ്റ്സ് ഓൺലി വേ. നമുക്ക് ആ ഒരു വഴിയുള്ളൂ മുന്നോട്ട് പോകാനായിട്ട്. ഞാനൊരു ഫേക്ക് പോസിറ്റിവിറ്റി എന്നുള്ള രീതിയിൽ പറയല്ല കേട്ടോ, പക്ഷെ ഇതല്ലാണ്ട് നമുക്ക് വേറെ വഴിയില്ല. നമുക്കങ്ങനെ കുറുക്ക് വഴിയിലൂടെയൊന്നും ശാശ്വതമായിട്ടൊന്നും നമുക്ക് ഒന്നിലേക്കും എത്താൻ കഴിയില്ല. നമുക്ക് കാര്യം, അതായത് നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കണം, പൈസ വേണോ, ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻ്റ് ആവണം, നമുക്ക് നമ്മുടെ ഓൺ ഡിസിഷൻസ് എടുക്കണം, നമ്മൾ അതിനു വേണ്ടി പ്രയത്നിച്ചേ മതിയാവുള്ളൂ. അതല്ലാണ്ട് നമുക്ക് കുറുക്ക് വഴിയിലൂടെ കിട്ടുന്ന ഒന്നും നിലനിൽക്കില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ ആ വിനീത് ശ്രീനിവാസന്റെ സിനിമയില്ലേ, അത് അങ്ങനെ ഉള്ളവരുണ്ടാവാം, പക്ഷെ അതൊന്നും എല്ലാ കാലവും നിലനിൽക്കുന്ന ഒന്നായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. അപ്പം അതാണ് എനിക്ക് പറയണമെന്ന് തോന്നിയില്ല. ഇപ്പം എന്നെ കാണുന്ന കുറേ കുട്ടികളുണ്ട്, എനിക്ക് എപ്പോഴും നേരിട്ട് കാണുമ്പോഴും അല്ലാണ്ടൊക്കെ എനിക്ക് മെസ്സേജസ് വരുമ്പോഴൊക്കെ കുറേ കുട്ടികൾ പറയുന്ന കാര്യമാണ്, അവർ സ്കൂളിൽ പഠിക്കുമ്പോൾ എന്നെ കണ്ടു തുടങ്ങിയിട്ടുള്ളതാണ്. സ്കൂളിൽ പഠിക്കുമ്പോൾ കണ്ടിട്ട് അവർക്കിപ്പോൾ ജോലിയായി, അത്രയും വർഷമായിട്ട് തന്നെ കാണുന്ന കുട്ടികളാണ്. അപ്പോൾ അവരോടാണെങ്കിലും ആരോടാണെങ്കിലും എനിക്ക് പറയാനുള്ളത്, ഡു യുവർ ബിറ്റ്. അത് ഇത്ര കുഞ്ഞാണെങ്കിലും കുഴപ്പമില്ല, നമ്മളെ കൊണ്ടാവുന്നത് എന്താണോ അത് ചെയ്യുക. കീപ് വർക്കിംഗ് ആൻഡ് ബി ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ്, ബി സ്ട്രോങ്. നോ പറയേണ്ടടുത്ത് നോ പറയുക, നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെ തന്നെ ശ്രദ്ധിക്കുക, നമ്മളുടെ ബോഡി നമ്മൾ ശ്രദ്ധിക്കുക, കഴിയുന്നിടത്തോളം ഹെൽത്തി ആയി ഇരിക്കാൻ ശ്രമിക്കുക. പിന്നെ കുറേ പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇങ്ങനെയൊക്കെ വർക്കൗട്ട് ചെയ്തിട്ട് എന്തിനാ, നമ്മൾ എന്തായാലും മരിച്ചു പോയില്ലേ എന്നുള്ളത്.
അത് ഓരോരുത്തരുടെ ഔട്ട്ലുക്കാണ് കേട്ടോ. ഞാൻ പറയുന്നത് ഇപ്പോൾ ജിമ്മിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ട് എനിക്ക് ഒരിക്കലും അസുഖം വരില്ല, ഞാൻ മരിക്കില്ല, അല്ലെങ്കിൽ ഞാൻ കുറേ കാലം ജീവിക്കുക, അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്ത് വേണമെങ്കിലും ആർക്കും സംഭവിക്കാം, ഒന്നും നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമല്ല. എൻ്റെ അച്ഛൻ പെർഫെക്റ്റ്ലി ഹെൽത്തി ആയിട്ടുള്ള ഒരാളായിരുന്നു. എൻ്റെ അച്ഛൻ 63-ാമത്തെ വയസ്സിലാണ് മരിക്കുന്നത്. അതുവരെ അച്ഛന് ഒരു അസുഖമില്ല, ഷുഗർ അങ്ങനെ ഒന്നിനും മരുന്ന് പോലും കഴിക്കാത്ത ഒരാൾ, അതിൻ്റെ ആവശ്യം ഉണ്ടായിട്ടില്ല. അത്രയും ഹെൽത്തി ആയിട്ടുള്ള ഒരാളായിരുന്നു. നന്നായിട്ട് ബോഡി നോക്കുകയും ചെയ്യും. പക്ഷെ അച്ഛൻ ജീവിച്ചിരുന്നിടത്തോളം കാലം നല്ല ഹെൽത്തി ആയിട്ട്, സന്തോഷമായിട്ട്, സമാധാനമായിട്ട്, എന്ന് വെച്ചാൽ ഹെൽത്ത് വൈസ് അച്ഛന് ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അത് തന്നെ ഞാനാണെങ്കിൽ എൻ്റെ ഫാമിലിയിലുള്ളവർക്ക് നമുക്ക് പറ്റുന്നിടത്തോളം കാലം നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കുക, അത്രേ ഉള്ളൂ. ഹാപ്പി ആയിട്ട് ഇരിക്കുക. അപ്പോൾ ബി ഹാപ്പി, ബി ഫിറ്റ്, ഡു യുവർ ബിറ്റ്, കീപ് വർക്കിംഗ്. നല്ല സന്തോഷമായിട്ടും സമാധാനമായിട്ടും ഇരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കുറേ നേരം സംസാരിച്ചു, നമ്മുടെ ഒരു സ്വീറ്റ് ടോക്സിൻ്റെ ഭാഗമായിട്ട് ചെയ്ത ഒരു വീഡിയോ ആണ് കേട്ടോ. എന്തെങ്കിലും ടോപ്പിക്സ് ഇഷ്ടമുള്ളതുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ കൂടുതൽ വീഡിയോസ് ആയിട്ട് ചെയ്യാം. ലവ് യു സോ മച്ച്. ബൈ.